ഈ സെമിനാറിൽ MySQL വെച്ച് യൂസർ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു സെക്ഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ യൂസർ അഡ്മിനിസ്ട്രേഷൻ എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്കൊക്കെ ചെറുതായി ഓൾറെഡി അറിയുന്നൊരു സംഭവം തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാൻ വാട്സപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം മെമ്പേഴ്സിനൊക്കെ ആഡ് ചെയ്യുന്നില്ലേ, അതേപോലെ നമുക്ക് MySQL യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രൂപ്പിൽ ഒരു മെമ്പേഴ്സിനെ ആഡ് ചെയ്തതിന് ശേഷം അവർക്ക് ഫസ്റ്റ് തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യാൻ പറ്റും? ഇല്ല. അതായത് അവർക്ക് ജസ്റ്റ് മെസ്സേജസ് റീഡും റൈറ്റും ചെയ്യുന്ന അങ്ങനത്തെ പ്രിവിലേജസ് മാത്രമേ അതിലുണ്ടാവില്ല. പിന്നെ അഡ്മിന്മാർക്കൊക്കെ സ്പെഷ്യൽ പ്രിവിലേജസ് അതിലുണ്ടാവും. അതായത് മറ്റ് മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക, ഗ്രൂപ്പിൻ്റെ ടൈറ്റിൽ മാറ്റുക. അപ്പം അതേപോലെ തന്നെ നമുക്ക് MySQL ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവർക്ക് ഓരോരോ പ്രിവിലേജസ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് എല്ലാവർക്കും ഒന്നും എല്ലാ പ്രിവിലേജസും സാധാരണ നമ്മൾ കൊടുക്കില്ല. അത് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാവും. അതിൽ ട്രസ്റ്റഡ് യൂസേഴ്സിന് വേണ്ടി മാത്രം നമ്മളെ ഡാറ്റാബേസ് ചേഞ്ച് ചെയ്യാനും അത് മോഡിഫൈ ചെയ്യാനുള്ള പ്രിവിലേജസ് ഒക്കെ കൊടുക്കാം. പിന്നെ ലോവർ ലെവൽ യൂസേഴ്സും നമ്മളെ ക്ലയൻറ്റും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ള പ്രിവിലേജസ് മാത്രം കൊടുക്കാം. പിന്നെ ഏതൊക്കെ ഡാറ്റ അവർ റിട്രീവ് ചെയ്യണം, പിന്നെ സെൻസിറ്റീവായ ഏതെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്യാനുള്ള പ്രിവിലേജസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ യൂസർ അഡ്മിനിസ്ട്രേഷൻ എന്ന സെക്ഷനിൽ വരുന്നത്. അപ്പോൾ മുന്നോട്ട് കുറേ സിൻടാക്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ അതിൻ്റെ അപ്പുറം തന്നെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ക്വയറി ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്യും. നിങ്ങൾ MySQL മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ കമാൻഡ് ലൈൻ ക്ലയൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ക്വയറി ആ സംഭവമൊക്കെ നിങ്ങൾക്കും ഈ വീഡിയോൻ്റെ അപ്പുറം തന്നെ ടൈപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സോ നമുക്ക് എന്തൊക്കെ ഞാൻ ഇതിൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്സ് ക്രിയേറ്റും ഗ്രാൻറ്റും റിവോക്കുമാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ സെമിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മെയിനായിട്ട് ഈ 5 കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെ നമുക്ക് MySQL യൂസർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ അവർക്ക് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, പിന്നെ അതേപോലെ എങ്ങനെ യൂസേഴ്സിന് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് കളയാൻ പറ്റലും, പിന്നെ അവർക്ക് എങ്ങനെ ഒരു പ്രിവിലേജ് ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കൽ, എങ്ങനെ നമുക്ക് നമ്മുടെ MySQL യൂസർ അക്കൗണ്ട്സിന് ഒരു പ്രിവിലേജസ് ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കാം, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രിവിലേജസ് റിവോക്ക് ചെയ്തെടുക്കൽ. അപ്പം ഇതിപ്പം നിങ്ങൾ ഇതുവരെ ക്ലാസ്സിലെടുത്ത പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്യലും ടേബിളിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യലും അതൊക്കെ പറഞ്ഞാൽ നമ്മൾ DDL ഉം DML സെക്ഷനിലല്ല, അതായത് ഡാറ്റ ഡെഫിനേഷനും ഡാറ്റ മാനിപ്പുലേഷനും. പക്ഷേ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആ ഒരു സബായിട്ടാണ് വരുന്നത് MySQL. അപ്പോൾ അതായത് നിങ്ങൾ ആ മറ്റു കാര്യങ്ങൾ അത്ര തുറവായി മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് നിങ്ങൾക്കൊരു പുതിയ സെക്ഷൻ പോലെ പഠിക്കാനേ ഉള്ളൂ. പക്ഷേ ആ കാര്യങ്ങൾ ഓൾറെഡി അറിയുകയാണെങ്കിൽ മുന്നോട്ട് കുറച്ചും കൂടി വളരെ ഈസിയായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് സിൻടാക്സും കാര്യങ്ങളും പോയിൻ്റ് ആയിട്ട് ഒരു സ്ലൈഡിൽ കാണിച്ചു തരും. സോ അധികം താമസിക്കാൻ നമുക്ക് ഡയറക്റ്റ് കടക്കാം. ഫസ്റ്റ് സെക്ഷൻ ഞാൻ പറയാൻ പോകുന്ന യൂസർ ക്രിയേഷനെ കുറിച്ചാണ്. ഇത് ഞാൻ പറയുന്നത് ഇതിലത്തെ ഏറ്റവും ഈസി സെക്ഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചെടുക്കാനുള്ള കാര്യമില്ലൂ. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് എങ്ങനെ നമ്മളെ ഡാറ്റാബേസിലേക്ക് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടി നമുക്ക് ക്രിയേറ്റ് യൂസർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പം അതിനുള്ള സിൻടാക്സ് ഇത് തന്നെയാണ്, ക്രിയേറ്റ് യൂസർ. ഈ ക്രിയേറ്റും യൂസറും കീവേഡാണ്. അതിനുശേഷം നമുക്ക് ആ യൂസറിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ആ പേര് കോട്സിനുള്ളിൽ ആഡ് ചെയ്തിട്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എൻ്റെ ചെയ്യുന്ന പോലെ ഒരു സെമിക്കോളൻ ഇട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ ഡാറ്റാബേസിൽ എൻ്റെ വർക്ക്സിന് അതിന് കുറച്ച് ഹെൽപ്പാക്കാൻ എനിക്ക് അർജുൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ എൻ്റെ ഡാറ്റാബേസിലേക്ക് ആക്സസ് കൊടുക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പാണ് എനിക്ക് അങ്ങനത്തെ ഒരു യൂസർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയുള്ള സിൻടാക്സാണ് ക്രിയേറ്റ് യൂസർ. ആ യൂസറിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, സെമിക്കോളൻ. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കമാൻഡ് ലൈൻ ക്ലയൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളെ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ ആ പാസ്വേഡ് ഫസ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്വയറി അത് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് യൂസർ. ഇതിങ്ങനെ ക്യാപ്സ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് കീവേഡ് ആയതുകൊണ്ട് മാത്രം ഞാനത് ക്യാപ്സിൽ കൊടുക്കാം. ജസ്റ്റ് റീഡബിലിറ്റിക്ക് വേണ്ടി കുറച്ച് നല്ലതാണ് അത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടുന്ന് വായിച്ചെടുക്കാൻ പറ്റും കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന്. ഓക്കെ, അപ്പം സിൻടാക്സ് എന്തായിരുന്നു? ക്രിയേറ്റ് യൂസർ, ആ യൂസറിൻ്റെ പേര് അത് കോഡ്സിലിടുക, പിന്നെ സെമിക്കോളൻ. ഓക്കെ, അപ്പം ക്വയറി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വയറി സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായ ക്വയറിയാണ് ഈ സെക്ഷനത്തെ. എങ്ങനെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യൽ, ക്രിയേറ്റ് യൂസർ, അവരുടെ പേര്. ഇനി നമുക്ക് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോസ്റ്റ് നെയിം വേണമെങ്കിൽ അതും കൂടി കൊടുക്കുക. ഈ ഹോസ്റ്റ് നെയിം എന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയി അങ്ങോളം ഇത് വേറെ ഒരു സെക്ഷനായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് സിമ്പിളായി പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ കമ്പ്യൂട്ടറിന് നിങ്ങൾ ഈ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ചാൽ മതി.
ഇപ്പം നിങ്ങൾ തന്നെ MySQL നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത സ്ഥിതിക്ക് നിങ്ങളെ ഹോസ്റ്റ് നെയിം ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങളെ ലോക്കൽ മെഷീൻ തന്നെയാണ് നിങ്ങൾ ഈ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പം എനിക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം ഞാൻ നേരത്തെ അർജുൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ആ സമയത്ത് ഞാൻ ഹോസ്റ്റ് നെയിം ഒന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ട് ഇവിടെ ഹോസ്റ്റ് നെയിം കൊടുത്തില്ല, ജസ്റ്റ് യൂസർ നെയിം മാത്രമേ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് അവന് ഏത് ഹോസ്റ്റിനും എൻ്റെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും അത്ര സെക്യൂർഡ് അല്ല. അത് സാധാരണ നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹോസ്റ്റ് നെയിമും കൊടുക്കാറുണ്ട്. അതായത് ആ ഒരു ഹോസ്റ്റിന് മാത്രമേ അവർക്ക് നമ്മളെ ഡാറ്റാബേസിലേക്ക് ആക്സസ് കിട്ടൂ. വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടറിനോ അങ്ങനെ എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ നോക്കിയാൽ ആക്സസ് ഡിനൈഡ് കാണിക്കും. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ സെയിം സിൻടാക്സ് തന്നെയാണ്. ക്രിയേറ്റ് യൂസർ നെയിമിൻ്റെ അപ്പുറം അവരെവിടെയാണ് ഉള്ളത് വെച്ചാൽ ഹോസ്റ്റ് നെയിമും കൂടി കൊടുക്കുക സിംഗിൾ കോട്ട്സിൽ. ഇപ്പം അധികം കോംപ്ലിക്കേറ്റ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ മെഷീൻ തന്നെയാണ് ഈ ഡാറ്റാബേസ് നമ്മളിപ്പോൾ ഇവിടെ പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടുള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഹോസ്റ്റ് നെയിമിൻ്റെ സ്ഥലത്ത് ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ അതേ സിൻടാക്സ് തന്നെ ക്രിയേറ്റ് യൂസർ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് യൂസറിൻ്റെ പേര് കൊടുക്കാം, എന്നിട്ട് അവരെ ഹോസ്റ്റ് ചെയ്താണെന്ന് വെച്ചാൽ ആ ഹോസ്റ്റ് നെയിം കൊടുക്കാം. ഇവിടെ നമ്മൾക്ക് മുന്നോട്ട് എല്ലാ ഹോസ്റ്റ് നെയിമും ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ക്വയറി സക്സസ്ഫുൾ. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ നമ്മളില്ലല്ലോ. അപ്പം പാസ്വേഡ് ഇല്ലെങ്കിൽ വെച്ചാൽ ആ അക്കൗണ്ടിൽ ആർക്കും കയറിയിട്ട് അവരുടെ പ്രിവിലേജസ് ഒക്കെ മിസ്യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ കുറേ സമയം സെക്യൂരിറ്റി ഇഷ്യൂസ് വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാസ്വേഡും കൂടി സെറ്റ് ചെയ്യാൻ പറ്റും MySQL ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സെയിം സിൻടാക്സ് തന്നെ ക്രിയേറ്റ് യൂസർ അക്കൗണ്ട് നെയിം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ യൂസർ നെയിമും കൊടുക്കാം. യൂസർ നെയിം എന്തായാലും വേണം, പിന്നെ ഹോസ്റ്റ് നെയിം വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല. അത് സാധാരണ കൊടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ അത് സെക്യൂരിറ്റി കൺസേൺ. ഇപ്പം നമ്മളിവിടെ പ്രാക്ടിക്കൽ വെറുതെ ഇവിടെ ചെയ്യുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ പാസ്വേഡ് കൊടുക്കണമെങ്കിൽ ഇത് ഇങ്ങനെ അടുത്ത ലൈനിൽ തന്നെ കൊടുക്കണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വൃത്തിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇത് 2 ലൈനിൽ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ക്രിയേറ്റ് യൂസർ അവരുടെ യൂസർ നെയിമും ഹോസ്റ്റ് നെയിമും കൊടുക്കുക. പിന്നെ എങ്ങനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഐഡൻറ്റിഫൈഡ് ബൈ അവരെ പാസ്വേഡ്. ആ പാസ്വേഡ് നിങ്ങൾക്ക് കോട്ട്സിലിട്ട് കൊടുക്കാം. പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇപ്പോൾ സെമിക്കോളൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചുതരാം. അതായത് ഒരു മെക്കെയിൻ എന്നൊരു യൂസർ, മെക്കെയിൻ എന്ന പേരുള്ള ഒരു യൂസറിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. അവർ ഏത് ഹോസ്റ്റിനെ ആക്സസ് ചെയ്തു, എൻ്റെ ഈ മെഷീനിന് മാത്രമേ ആക്സസ് ചെയ്തു, അതായത് ലോക്കൽ ഹോസ്റ്റ്. പിന്നെ അവർ പാസ്വേഡ് ഇങ്ങനെ ഐഡൻറ്റിഫൈഡ് ബൈ ക്ലോസ് വെച്ചിട്ട് നമുക്ക് ആ പാസ്വേഡ് കോഡ്സിൽ വെച്ച് കൊടുക്കാം, സെമിക്കോളൻ. അപ്പം ഞാൻ ഈ ഒരു ക്വയറി നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് യൂസർ സ്റ്റേറ്റ്മെൻറ്റ്, ക്രിയേറ്റ് യൂസറിൽ യൂസറിൻ്റെ പേര് കൊടുക്കുക, പിന്നെ ഹോസ്റ്റ് നെയിം കൊടുക്കുക, ലോക്കൽ ഹോസ്റ്റ്, പിന്നെ ഐഡൻറ്റിഫൈഡ് ബൈ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ പാസ്വേഡും കൂടി ഇട്ട് കൊടുക്കാം, സെമിക്കോളൻ. ഓക്കെ, ക്വയറി സക്സസ്ഫുള്ളായി. അപ്പം ഇതുവരെ നമ്മൾ എന്ത് പഠിച്ചു, എങ്ങനെ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ജസ്റ്റ് പേര് മാത്രം വെച്ച് ക്രിയേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ പേരും കൊടുക്കുക, ഹോസ്റ്റ് നെയിമും കൊടുക്കുക, പിന്നെ പാസ്വേഡ് വെച്ചിട്ട് അങ്ങനെയും കൊടുക്കാം. നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഇനി പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യില്ല, സെയിം നേരത്തെ അതേ സിൻടാക്സ് തന്നെ ക്രിയേറ്റിന് പകരം ആൾട്ടർ യൂസ് ചെയ്യുന്നത്. ആൾട്ടറിൻ്റെ അർത്ഥം പറഞ്ഞാൽ ചേഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ സാധാരണ മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്രിയേറ്റ് ടേബിളും ആൾട്ടർ ടേബിളും ഒക്കെ ഉണ്ടായില്ലേ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് യൂസർ ആൾട്ടർ യൂസർ അതേ കോൺസെപ്റ്റ് അതേപോലെ തന്നെ ഇവിടെയും വരില്ല. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല സിൻടാക്സിൽ, നമ്മൾ ബേസിക്കായ അതേ സിൻടാക്സ് തന്നെ. ഇപ്പം കുറച്ച് മുമ്പേ ചെയ്ത സിൻടാക്സ് പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് യൂസർ അക്കൗണ്ട് നെയിം ഐഡൻറ്റിഫൈഡ് ബൈ പാസ്വേഡ് കൊടുത്താൽ ഇവിടെ ജസ്റ്റ് ആൾട്ടർ യൂസർ കൊടുത്താൽ മതി. അതുകൊണ്ട് ഐഡൻറ്റിഫൈഡ് ബൈയിൽ പുതിയ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ മെക്കെയിൻ തന്നെ യൂസർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് ആ പാസ്വേഡ് എന്തെങ്കിലും ലീക്കായിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി സിൻടാക്സ് അത് തന്നെയായിരുന്നു, ജസ്റ്റ് ക്രിയേറ്റിന് പകരം ആൾട്ടർ യൂസ് ചെയ്താൽ മതി. സോ അത് ഞാൻ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് യൂസർക്ക് പകരം ഈ പ്രാവശ്യം ആൾട്ടർ യൂസറിൻ്റെ ഏതാണ് യൂസറിന് വെച്ചാൽ അത് ഒരു ഹോസ്റ്റ് നെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആൾട്ടർ ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റ് നെയിം കൊടുക്കണം. പിന്നെ പാസ്വേഡ് എങ്ങനെയുള്ള ഐഡൻറ്റിഫൈഡ് ബൈ പാസ്വേഡ് മാറ്റാനിപ്പോൾ ഇവിടെ. ഓക്കെ, അപ്പോൾ ക്വയറി ഓക്കെ ആയിരുന്നു. സോ നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം എങ്ങനെയാണ്. ഇനി നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത യൂസർ ഏതെങ്കിലും യൂസർ ഇപ്പോൾ നമ്മളെ കമ്പനി വിട്ടുപോയോ അല്ലെങ്കിൽ ടീം വിട്ടുപോയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ യൂസർ നമ്മളെ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. അതായത് നമ്മളെ ടേബിളിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പോലെയല്ല, ഇത് നമ്മളെ ടീമിൽ ഒരാൾ നമ്മളെ ഡാറ്റാബേസിൽ ആക്സസ് ഉള്ള അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവരേതെങ്കിലും ഒരാൾ പുതിയ കമ്പനിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രിവിലേജസ് ഒന്നും ഇനി നമ്മളെ ഡാറ്റാബേസിലൊക്കെ ഒന്ന് സെക്യൂർഡ് ആയിരിക്കില്ല. അപ്പോൾ അവരെ ആക്സസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം നമ്മുടെ ഡാറ്റാബേസിന് ഒറ്റയടിക്ക്. അതിനുള്ള സിൻടാക്സ് ആണ് ഇത് ഡ്രോപ്പ് യൂസർ.
പിന്നെ അവരുടെ അക്കൗണ്ട് നെയിം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് നെയിം വെച്ചാൽ അവർ യൂസർ നെയിമും ഹോസ്റ്റ് നെയിമും. ഓക്കെ, അതിവിടെ ഇപ്പം ഈ ഞാൻ മക്കേ എന്ന് പറഞ്ഞൊരു യൂസർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടെന്ന് വെച്ചാൽ അപ്പോൾ അവരെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്രോപ്പ് യൂസർ പിന്നെ അവർ അക്കൗണ്ട് നെയിം കൊടുക്കുക. ഇപ്പോൾ അക്കൗണ്ട് നെയിം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഹോസ്റ്റ് നെയിം കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എറർ കാണിക്കും. അതോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റ് നെയിം കൊടുത്തിട്ടില്ലെങ്കിൽ എറർ ഒന്നും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ എറർ വരും. ഇപ്പോൾ കണ്ടില്ല, ഞാൻ ഇവിടെ ഈ പെർസെൻറ്റേജ് എന്ന് ഇവിടെ കാണുന്നില്ല, ഇതൊരു വൈൽഡ് കാർഡാണ്. ഇത് ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് എന്താ സംഭവം. ഇപ്പോൾ ഇവിടെ എറർ വരാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മക്കെയിൻ @ലോക്കൽ ഹോസ്റ്റ് ആയിരുന്നു ഇത്. അപ്പം നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും ഫുള്ളായിട്ട് തന്നെ അക്കൗണ്ട് നെയിം കൊടുക്കണം. ജസ്റ്റ് അക്കൗണ്ട് നെയിമിൽ ലോക്കൽ ഹോസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. ഡ്രോപ്പ് യൂസർ, യൂസറിൻ്റെ പേര് കറക്റ്റ് കൊടുക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട്. അപ്പം ആ യൂസർ നമ്മുടെ ഡാറ്റാബേസിന് റിമൂവ് ആയിപ്പോൾ ക്വയറി ഓക്കെ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ബോണസായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇതുവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സൊക്കെ നമുക്ക്, ഇല്ലെങ്കിൽ നമ്മൾ ഈ MySQL ആരൊക്കെയാണ് യൂസേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ അവരൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്വയറി എക്സിക്യൂട്ട് ചെയ്യുന്നത് മതി. ഇതിപ്പം നമ്മൾ മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ടേബിളിൽ നിന്ന് നമ്മൾ സെലക്റ്റും ഫ്രമും ചെയ്യില്ലേ, അതേ സംഭവം തന്നെയാണ് ഇവിടെ. എന്തൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഈ MySQL.user ഇതൊരു ടേബിളാണ്, MySQL ഡാറ്റാബേസ് ആണ്, ഡീഫോൾട്ടായി ഉള്ളൊരു ഡാറ്റാബേസ്. അതിൽ ഡീഫോൾട്ടായി ഉള്ളൊരു ടേബിളാണ് യൂസർ. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സംഭവമല്ലേ, നമുക്ക് MySQL ഓൾറെഡി ഉണ്ടാകുന്നൊരു സാധനമാണ് ഇത്. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്? യൂസർ നെയിമും ഹോസ്റ്റ് നെയിമും സെലക്ട് ചെയ്തെടുക്കും. ഓക്കെ, ഇത് പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തന്നെയാണ് ഏതൊക്കെ യൂസേഴ്സാണ് ഉള്ളതെന്നുള്ളത് വെച്ചാൽ. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ക്വയറിയാണിത്. സെലക്ട് യൂസർ ഹോസ്റ്റ് ഫ്രം ആ ടേബിൾ MySQL.user. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ്, ഇപ്പോൾ ഈ അർജുനും ഗോപിയൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ് അല്ലേ, അവരൊക്കെ ഉണ്ട് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇനി മക്കെയിൻ വരാത്ത കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞല്ലേ ഇവിടെ, അപ്പോൾ ആ യൂസർ റിമൂവ് ആയിപ്പോയി. അപ്പം ഇതിലിപ്പോൾ ഈ റൂട്ട്, ഈ MySQL ഇതൊക്കെ കുറച്ച് അഡ്വാൻസ് ആയി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും റിമൂവ് ചെയ്ത് കളയല്ല, ഡ്രോപ്പ് ചെയ്ത് കളയല്ല. അത് നിങ്ങളെ ഇതൊക്കെ MySQL ഇൻറ്റേർണൽ വർക്കിങ്സിന് വേണ്ടി ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല. പ്ലസ് റൂട്ട് അക്കൗണ്ട് വെച്ചിട്ട് ഒന്നും ചെയ്തുകൂടാ. റൂട്ട് അക്കൗണ്ട് വെച്ച് ചെയ്താൽ പിന്നെ അവസാനം കുറേ ആയിരുന്നു, അതെല്ലാം വീണ്ടും സെറ്റാക്കൽ കുറച്ച് പണിയാണ്. ഈ റൂട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും വലിയ അഡ്മിനാണെന്ന് വിചാരിച്ചാൽ മതി. അതായത് ഈ റൂട്ട് അക്കൗണ്ടിന് എന്തും ചെയ്യും. ഇപ്പം ഈ നിങ്ങൾ കമാൻഡ് ലൈൻ ക്ലയൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടാകുമ്പോൾ ഡീഫോൾട്ടായിട്ട് നിങ്ങൾ റൂട്ട് അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനും അവരെ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അതായത് നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ റൂട്ട് യൂസർ ആയിട്ടുള്ളത്. ഈ അർജുനും ഗോപിയും ഒക്കെ പറഞ്ഞാൽ ഇവർ റൂട്ട് യൂസർ അല്ല, ഇവർ സബായിട്ട് വരുന്ന യൂസേഴ്സാണ്. ഇപ്പം ഇവർക്ക് തൽക്കാലം പ്രിവിലേജസ് ഒന്നും ഇല്ല. അതായത് ഇപ്പം ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത യൂസർ എങ്ങനെ ലോഗിൻ ചെയ്യലെന്ന് വെച്ചാൽ, നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. ഈ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുക വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് CMD ടൈപ്പ് ചെയ്യുക. അത് എങ്ങനെ, അത് നിങ്ങൾ വിൻഡോസിലല്ല ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാ ഷെല്ലെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി, MySQL-u. ഇത് നമ്മളിവിടെ സിലബസ് ഓറിയൻറ്റഡ് കാര്യമല്ല, പക്ഷേ ജസ്റ്റ് എങ്ങനെയാണ് ഇത് ലോഗിൻ ചെയ്യലെന്ന് വെച്ചാൽ വിൻഡോസ് 10 എങ്ങനെ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ യൂസറിൻ്റെ പേര്, ഇപ്പം യൂസർ ഇതായിരുന്നു, ഞാൻ ഇപ്പോൾ ഗോപിയാണ് ലോഗിൻ ചെയ്യണമെങ്കിൽ ഇത് പിന്നെ -p. ഈ പിന് ശേഷം നിങ്ങൾക്ക് ഡാറ്റാബേസിൻ്റെ പേരൊക്കെ കൊടുക്കുക. അതൊക്കെ കുറേ അധികം ഞാൻ പറയില്ല, ജസ്റ്റ് ഇത്ര ഇപ്പം നിങ്ങൾ തൽക്കാലം വെറുതെ കൊടുത്താൽ മതി. ഇത്ര ചെയ്താൽ നിങ്ങൾക്ക് ആ യൂസർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. കമാൻഡ് പ്രോംപ്റ്റിലാണ് ചെയ്യേണ്ടത്, SQLൻ്റെ കമാൻഡ് ലൈൻ ക്ലയൻറ്റ് അല്ല. SQL കമാൻഡ് ലൈൻ ക്ലയൻറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് റൂട്ടിലേക്കായിരിക്കും പോകുന്നത്. അതിന് മാറ്റാം, അത് വേറെ കുറേ സെറ്റിങ്സ് കാര്യങ്ങൾ ബാക്കിലുണ്ട്. ഇത് സിമ്പിളായി ചെയ്യണമെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാം, MySQL-u, യൂസർ നെയിം കൊടുക്കുക, -p, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ പാസ്വേഡിന് വയ്ക്കും. അപ്പം ഇവിടെ കോമണായി കുറേ പേർക്ക് വരുന്ന ഇവിടെ ഒരു എറർ വരലുണ്ട്. അതായത് ഇത് കമാൻഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ MySQL. അത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം വിട്ടുപോയിട്ടുണ്ടാവും. അതായത് ഈ MySQL സംഭവം വെച്ചാൽ നമ്മളെ പാത്തിലേക്ക് ആഡ് ചെയ്യേണ്ട സമയം, ഈ പാത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ വിൻഡോസ് 10 OSനെ കുറിച്ച് ഇപ്പോൾ ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് അധികം ഡീറ്റെയിൽ ഞാൻ പറയില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞില്ല അത് എങ്ങനെ എറർ മാറ്റേണ്ടതെന്ന്. ഇവിടെ സെർച്ചിൽ പോയിട്ട് നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യുന്നത് പാത്ത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ദ സിസ്റ്റം എൻവയറൺമെൻറ്റ് വേരിയബിൾസിന് ഓപ്ഷൻ ഉണ്ട്. ഇത് വിൻഡോസ് 10 നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നത് മതി എങ്ങനെ പാത്ത് വേരിയബിൾ മോഡിഫൈ ചെയ്യേണ്ടത്. അപ്പം അതിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയെങ്കിലും സിസ്റ്റം പ്രോപ്പർട്ടീസിൽ വന്നിട്ട് എൻവയറൺമെൻറ്റ് വേരിയബിൾസ് ഫസ്റ്റ് തുറക്കുക. അതിന് ശേഷം
ഇവിടെ ഈ സിസ്റ്റം വേരിയബിൾസിൻ്റെ ഇവിടെ ഫസ്റ്റ് യൂസർ വേരിയബിൾസ് ആവില്ല, അടുത്ത സെക്ഷൻ ഇവിടെ സിസ്റ്റം വേരിയബിൾസ് നോക്കുക. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് MySQL ഹോം എന്ന് പറഞ്ഞിട്ട്, ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നിട്ടുള്ളത്. എറർ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ സോ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വേരിയബിൾ നെയിമിൽ ക്യാപ്സിൽ MySQL_home എന്ന് കൊടുക്കുക. എന്നിട്ട് വാല്യൂവിൽ നിങ്ങൾ MySQL എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ അതിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക, ആ സെർവറിൻ്റെ ലൊക്കേഷൻ. എന്നിട്ട് അതിന് ശേഷം ഫുൾ ഓക്കെ അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇനി ഈ ഗോപി അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഞാൻ എന്താ സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് പാസ്വേഡ് ഞാൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് അടിക്കേണ്ട ആവശ്യമില്ല, ബ്ലാങ്ക് പാസ്വേഡാണ്. അപ്പോൾ ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ട പാസ്വേഡ് കൊടുത്തിട്ടെങ്കിൽ ഇൻസെക്യൂർഡാണ്, ആർക്കും ആ അക്കൗണ്ട് കയറിയിട്ട് അവരെ പ്രിവിലേജ് മിസ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പം നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഹോസ്റ്റ് നെയിമും കൂടി കൊടുക്കുക, ഇല്ലെങ്കിൽ അവർക്ക് ഏത് ഹോസ്റ്റിനും ആക്സസ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ അടുത്ത എൻ്റെ ഇതിൽ പറഞ്ഞു, ഹോസ്റ്റ് വൈൽഡ് ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് ഹോസ്റ്റുമായി. അതായത് ഇവിടെ ഞാൻ അർജുൻ എന്ന യൂസർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഹോസ്റ്റ് നെയിം കൊടുത്തിട്ടില്ലല്ലോ, അപ്പം അവരെ ഹോസ്റ്റാണ് പെർസെൻറ്റേജ് എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് ഏത് ഹോസ്റ്റിനും ആക്സസ് ചെയ്യാൻ പറ്റും, അതാണ് ആ ഹോസ്റ്റ് വൈൽഡ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എന്താ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ആ യൂസറിന് ലോഗിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു സിൻടാക്സ്, ഈ ഒരു കമാൻഡ് ഓർത്ത് വെച്ചാൽ മതി, MySQL-u. ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇത് ഞാൻ ജസ്റ്റ് സിമ്പിളായ ഒരു രീതി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഒരു കാര്യം, ഇപ്പോൾ ഓരോ യൂസർ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന പകരം നിങ്ങൾക്ക് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കുറേ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. സെയിം സിൻടാക്സിന് ജസ്റ്റ് ഓരോ യൂസർ കോമ ഇട്ടിട്ട് കൊടുത്താൽ മതി. അതായത് ക്രിയേറ്റ് യൂസറിന് ശേഷം അവർ യൂസർ നെയിം ഹോസ്റ്റ് നെയിം കൊടുക്കുക, ഐഡൻറ്റിഫൈ ബൈ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കുക, അതിന് ശേഷം കോമ ഇട്ടിട്ട് അടുത്ത യൂസർ, അങ്ങനെ കോമ ഇട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര യൂസർ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അവസാനം ഒരു സെമിക്കോളൻ ഇടാൻ മറക്കല്ല. അപ്പോൾ സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിങ്ങളൊന്ന് ചെയ്താൽ അപ്പോൾ പ്രാക്ടീസ് ആയ പോലെ. ക്രിയേറ്റ് യൂസർ 1 എന്ന് പേര് കൊടുക്കുക, അറ്റ് ലോക്കൽ ഹോസ്റ്റ് ഐഡൻറ്റിഫൈഡ് ബൈ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ കോമ ഇട്ടിട്ട് ഇനിയും കുറേ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ യൂസർ 2 ആണെന്ന് വെച്ചാൽ ഒരു പേരെന്താ വെച്ചാൽ അവിടെ കൊടുക്കുക. പിന്നെ അവർ ഏത് ഹോസ്റ്റ് നിന്നാണോ ആക്സസ് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ പേര് കൊടുക്കുക. പിന്നെ ഐഡൻറ്റിഫൈഡ് ബൈ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ ആ പാസ്വേഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ പല യൂസേഴ്സും നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പം ജസ്റ്റ് 2 ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെമിക്കോളൻ ഇട്ടാൽ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ആ യൂസേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ സെലക്ട് യൂസർ ഹോസ്റ്റ് ഫ്രം MySQL.user കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റാണ്. ഇപ്പോൾ ആ ലിസ്റ്റിൽ കണ്ട ഈ യൂസർ 1 യൂസർ 2 വന്നത് അതിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആകും. അപ്പോൾ ഈ ക്വയറി സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ആയെന്ന് അർത്ഥം. സോ നമുക്കിനി അതേപോലെ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതായത് നേരത്തെ പഠിച്ച അതേ സിൻടാക്സിൻ്റെ ഡ്രോപ്പ് യൂസറിൻ്റെ അതിൻ്റെ അപ്പുറം യൂസർ നെയിമും ഹോസ്റ്റ് നെയിമും കൊടുത്താൽ മതി. ഓക്കെ, അതും കൂടി ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ യൂസർ 1 യൂസർ 2 ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ അവർ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ റിമൂവ് ചെയ്ത് കാണിച്ചു ഡ്രോപ്പ് യൂസർ. ഇതെല്ലാം മൾട്ടിപ്പിൾ ലൈൻസിൽ ചെയ്യണമെന്നില്ല, ക്യാപ്സിൽ കൊടുക്കണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓരോ ലൈനായിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചത്. ഇത് സ്മോൾ ലെറ്ററിൽ ഒറ്റ ലൈനിൽ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഡ്രോപ്പ് യൂസർ, ഒരു യൂസർ നെയിമും അവർ ഏത് ഹോസ്റ്റ് എന്ന് വെച്ചാൽ ആ ഹോസ്റ്റ് നെയിമും കൂടി കൊടുക്കുക. പിന്നെ കോമ ഇട്ടിട്ട് ഏതൊക്കെ യൂസേഴ്സിനെ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ യൂസർ നെയിമും ഹോസ്റ്റ് നെയിമും കൊടുക്കുക. അവസാനം സെമിക്കോളൻ ഇടുക. കോഡ്സ് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാനും മറക്കല്ല, ഇങ്ങനെ വരും. ഓക്കെ, ക്വയറി ഓക്കെയാണ്. ഇനി വീണ്ടും യൂസേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സെലക്ട് യൂസർ ഹോസ്റ്റ് ഫ്രം MySQL.user ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസ്റ്റ് കാണും. ഇപ്പോൾ വേണ്ട നേരത്തെ യൂസർ 1 യൂസർ 2 ഉണ്ടായ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു ഇവിടെ ഡ്രോപ്പ് യൂസർ ചെയ്തപ്പോൾ. അപ്പം അവർ ഈ ലിസ്റ്റിൽ നിന്ന് ഇല്ല, റിമൂവ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് യൂസർ ക്രിയേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ സിമ്പിളാണ്. ക്രിയേറ്റ് യൂസർ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നിങ്ങൾക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് യൂസർ, പിന്നെ കോഡ്സിൽ അവർ പേരിട്ട് കൊടുക്കുക. പിന്നെ എപ്പോൾ ഒരു ഹോസ്റ്റ് നെയിം കൊടുക്കാൻ മറക്കല്ല. സോ അതിനുശേഷം അറ്റ് ഹോസ്റ്റ് നെയിമും കൂടി കൊടുക്കുക. പിന്നെ പാസ്വേഡും കൂടി കൊടുത്താൽ ഇനിയും സെക്യൂർഡ് ആവും നിങ്ങളുടെ അക്കൗണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി അവരെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഐഡൻറ്റിഫൈഡ് ബൈ അവരെ പാസ്വേഡ്, അതും കൂടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വെച്ച് നിങ്ങൾക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒറ്റയടിക്ക് തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതേ സിൻടാക്സ് വെച്ചിട്ട് തന്നെ അവസാനം കോമ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇനിയും യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അവസാനം മാത്രമേ സെമിക്കോളൻ ഇട്ടാൽ മതി. പിന്നെ അവരെ പാസ്വേഡ് ചേഞ്ച് ആക്കണമെങ്കിൽ അതേ സിൻടാക്സ് തന്നെയാണ്, ജസ്റ്റ് ക്രിയേറ്റിൻ്റെ സ്ഥലത്ത് ആൾട്ടറിന് കൊടുത്താൽ മതി.
എന്നിട്ട് നിങ്ങൾക്ക് പാസ്വേഡും ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്ര എനിക്ക് യൂസർ ക്രിയേഷനെ കുറിച്ച് പറയാനുള്ളൂ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം, അതായത് യൂസർ പ്രിവിലേജസ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ അതേ എക്സാമ്പിൾ വെച്ച് തന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക. നമ്മളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോരോ മെമ്പേഴ്സിനെ ആഡ് ചെയ്തതിന് ശേഷം അവർക്ക് ഡീഫോൾട്ടായിട്ടുള്ള പ്രിവിലേജ് ഏതൊക്കെയാണ് എനിക്ക് ശരിക്കും അറിയില്ല അതിനെക്കുറിച്ച്. അതായത് മെസ്സേജ് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ മാത്രമേ ആയിരിക്കൂലേ. അപ്പം ഇനി അതിൽ ഏതെങ്കിലും യൂസറിനെ നിങ്ങൾക്ക് അഡ്മിൻ ആക്കണമെന്നുണ്ടെങ്കിൽ അവർ അഡ്മിൻ ആയതിനു ശേഷം അവർക്ക് എന്തൊക്കെ പ്രിവിലേജ് കിട്ടും, മറ്റേ യൂസേഴ്സിനെ റിമൂവ് ചെയ്യുക, ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രിവിലേജസ് കിട്ടും. ഇപ്പോൾ അതേപോലെ തന്നെ അത് ജസ്റ്റ് ഒരു സിമ്പിൾ സംഭവമാണ്. ഇവിടെ MySQL കുറേ അഡ്വാൻസ് ആയിട്ട് കുറേ തരം പ്രിവിലേജസും കാര്യങ്ങളുണ്ട്, കുറേ പ്രിവിലേജ് ലെവൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ട് നമുക്ക് യൂസേഴ്സിന് പ്രിവിലേജ് കൊടുക്കണം, ഞാൻ ഫസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് കാണിച്ചു തരാം എന്തുകൊണ്ട് പ്രിവിലേജ് കൊടുക്കണം. ദ ക്രിയേറ്റ് യൂസർ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ്സ് വൺ ഓർ മോർ യൂസർ അക്കൗണ്ട്സ് വിത്ത് നോ പ്രിവിലേജസ്. അതായത് നിങ്ങളൊരു യൂസർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ബേസിക്കലി 0 പ്രിവിലേജ് ആണ് ഫസ്റ്റ്. 0 അല്ല, ശരിക്കും 1 ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. ആ ഒറ്റൊരു പ്രിവിലേജ് അവർക്ക് ഫസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഈ MySQL സെർവർ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച പോലെ അവർക്ക് ഇവിടെ ഒന്ന് ലോഗിൻ മാത്രം ചെയ്യാൻ പറ്റും, MySQL സെർവർ യൂസ് ചെയ്യാം. പക്ഷേ അതിന് ശേഷം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണിച്ചത് ഇപ്പം ഇവിടെ ഞാൻ റൂട്ട് യൂസറിൽ പോയിട്ട് ഇപ്പോൾ ഇതിൽ ഏതൊക്കെ ഡാറ്റാബേസസ് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് അടിച്ചു നോക്കാം, ഷോ ഡാറ്റാബേസസ്. അപ്പോൾ ഇതൊക്കെ ഡാറ്റാബേസ് ഉണ്ട്. ഇപ്പോൾ ഈ BCA 2020 ഡാറ്റാബേസ് ഇപ്പം മിസ് ക്ലാസ് എടുത്തുകൊണ്ടാകുമ്പോൾ ചെയ്ത സ്റ്റുഡൻറ്റ് ടേബിളും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഡാറ്റാബേസിലാണുള്ളത്. ഇപ്പം നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ വേറെയും കുറേ ഡാറ്റാബേസ് ഉണ്ടല്ലോ, വേൾഡ് എന്നൊക്കെ. അപ്പോൾ ഈ ഡാറ്റാബേസൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ BCA 2020 ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ആ ഡാറ്റാബേസിൻ്റെ പേര്, എന്നിട്ട് അതിൽ ഏതൊക്കെ ടേബിൾസ് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷോ ടേബിൾസിന് കമാൻഡ് യൂസ് ചെയ്യാം. ഇതൊന്നും ഈ സെമിനാറിൻ്റെ ഭാഗമല്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഒരു സംഭവം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു തരാണ്. ഇന്ന ടേബിൾസൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ സ്റ്റുഡൻറ്റ് ടേബിൾ ഉണ്ട്. ഇതെനിക്കിപ്പോൾ റൂട്ട് അക്കൗണ്ട് വെച്ചിട്ട് എനിക്ക് സ്റ്റുഡൻറ്റ് ടേബിളത്തെ എല്ലാ ഡാറ്റയും റിട്രീവ് ചെയ്യാൻ പറ്റും. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് അടിച്ചെങ്കിൽ എനിക്ക് ആ സ്റ്റുഡൻറ്റ് ടേബിളത്തെ ഡാറ്റ മൊത്തം കിട്ടും. അപ്പോൾ ഈ സെലക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രിവിലേജാണ്, ഈ ഡാറ്റ ആക്സസ് ചെയ്യുന്ന പ്രിവിലേജ് എന്ന് അതിനെ പറയാം. പക്ഷേ ഇപ്പം ഞാൻ ഒരു പുതിയ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഗോപി, ഇവന് ശരിക്കും ഒരു പ്രിവിലേജും ഇല്ല ഫസ്റ്റ് തന്നെ. അപ്പം ഇവൻ അഥവാ സെലക്ട് സ്റ്റാർ അതിന് വേണ്ടി ഇവൻ ആ ഡാറ്റാബേസ് ഫസ്റ്റ് യൂസ് ചെയ്യണം. അതായത് യൂസ് BCA 2020 വെച്ചാൽ ഇവിടെ തന്നെ ആക്സസ് ഡിനൈഡ് എറർ കണ്ടാവാന്നില്ലേ. അതായത് ഈ ഒരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള പ്രിവിലേജ് തന്നെ ഈ യൂസർക്കില്ല. അതായത് ഒരു പ്രിവിലേജ് ബേസിക്കലി യൂസർക്ക് ഫസ്റ്റ് ഉണ്ടാവില്ല, ജസ്റ്റ് ആകെ ഒരു പ്രിവിലേജ് മാത്രമേ ഉണ്ടാവും, ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതന്നെ ഇറ്റ് മീൻസ് ദാറ്റ് ദി യൂസർ അക്കൗണ്ട്സ് ക്യാൻ ലോഗിൻ ടു ദി MySQL സെർവർ ബട്ട് കനോട്ട് ഡു എനിത്തിങ് സച്ച് ആസ് സെലക്ടിങ് എ ഡാറ്റാബേസ്, ക്വയറിങ് ഡാറ്റ ഫ്രം ടേബിൾസ് എക്സെട്ര. അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടി ടു അലൗ യൂസർ അക്കൗണ്ട്സ് ടു വർക്ക് വിത്ത് ഡാറ്റാബേസ് ഒബ്ജക്ട്സ് യു നീഡ് ടു ഗ്രാൻഡ് ദി യൂസർ അക്കൗണ്ട് പ്രിവിലേജസ്. അപ്പം ഈ പ്രിവിലേജസ് നമുക്ക് അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അത് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? ആൻഡ് ദി ഗ്രാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഗ്രാൻഡ്സ് എ യൂസർ അക്കൗണ്ട് വൺ ഓർ മോർ പ്രിവിലേജ്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ക്രിയേറ്റ് യൂസർ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചോളെ ഈ സെക്ഷനിൽ നമ്മൾ ഗ്രാൻഡ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാവുന്നത്. ഗ്രാൻഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഗ്രാൻഡിൻ്റെ അർത്ഥം പറഞ്ഞാൽ കൊടുക്കൽ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഗ്രാൻഡ് ചെയ്യുന്നത്? പ്രിവിലേജസ്. അപ്പോൾ അതിനുള്ള സിൻടാക്സും കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കും. ഇതിൻ്റെ ബേസിക്കായ സിൻടാക്സ് പറഞ്ഞാൽ ഇതാണ്. ഈ ഇത്ര ഒരു സിൻടാക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷനിൽ അങ്ങോളം ഒരു അറ്റ്ലീസ്റ്റ് 10 സ്ലൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. ആ 10 സ്ലൈഡ് സിമ്പിളായി പഠിക്കുക ഈ ഒറ്റ ഒരു സിൻടാക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ഗ്രാൻഡ് എന്താ നമ്മൾ ഗ്രാൻഡ് ചെയ്യുന്നത്? പ്രിവിലേജ് ലിസ്റ്റ്. എന്തൊക്കെ പ്രിവിലേജ് എന്ന് വെച്ചാൽ അതൊക്കെ. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ സെലക്ട് ചെയ്യലൊരു പ്രിവിലേജാണ്. അത് പിന്നെ ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവിലേജാണ്. ഡ്രോപ്പ്, ഡിലീറ്റ്, ക്രിയേറ്റ്, ഇതൊക്കെ ഒരു പ്രിവിലേജാണ്. എന്തൊക്കെ പ്രിവിലേജസ് ആണെന്ന് വെച്ചാൽ അതൊക്കെ കോമ ഇട്ടിട്ട് ഇവിടെ കൊടുക്കുക. ഓൺ എവിടെയാണ് കൊടുക്കേണ്ടത്? ആ ഡാറ്റാബേസിൻ്റെ പേരും അവിടെ ഉള്ള ടേബിളിൻ്റെ പേരും കൂടി നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക. ഡാറ്റാബേസ് നെയിം ഡോട്ട് ടേബിൾ നെയിം ആർക്കാണ് കൊടുക്കേണ്ടത്? ടു അക്കൗണ്ട് നെയിം എന്ന് പറഞ്ഞാൽ അവരുടെ യൂസർ നെയിം അറ്റ് ഹോസ്റ്റ് നെയിം. ഓക്കെ, അപ്പം ഇനി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഗോപി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇവിടെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തു. അവനിപ്പോൾ തൽക്കാലം ഒരു പ്രിവിലേജും ഇല്ല. അപ്പോൾ ഒരു പ്രിവിലേജ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഇത് ഇങ്ങനെ കൊടുക്കാം. ഗ്രാൻഡ് സെലക്ട് ഓൺ MyBCA.student ടു ഗോപി അറ്റ് ലോക്കൽ ഹോസ്റ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗോപിക്ക് സെലക്ട് കമാൻഡ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എവിടെയെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? ഈ MyBCA ഡാറ്റാബേസിൻ്റെ സ്റ്റുഡൻറ്റ് ടേബിളിൽ. അപ്പം ഞാൻ ആ ഒരു ക്വയറി ഇത് ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റൂട്ട് അക്കൗണ്ടിലേക്ക് വരണം. എന്താ കമാൻഡ് ലൈൻ ക്ലയൻറ്റിൽ റൂട്ട് അക്കൗണ്ടിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ ഞാൻ ഗ്രാൻഡ് ചെയ്യുന്നു. എന്ത് ഗ്രാൻഡ് ചെയ്യുന്നു? സെലക്ടിൻ്റെ പ്രിവിലേജ്. ഗ്രാൻഡ് സെലക്ട് ഓൺ ആ ടേബിൾ എവിടെയുള്ളത്? എൻ്റെ ഈ BCA 2020 ഡാറ്റാബേസിലാണ് ആ ടേബിൾ ഉള്ളത്. ആ ടേബിൾ ഏതാണ് പേര്? സ്റ്റുഡൻറ്റ് ടേബിൾ. ഓക്കെ, ടു ആർക്കാണ് ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ അവരുടെ പേരും ഹോസ്റ്റ് നെയിമും കൂടി കൊടുക്കുക. ഓക്കെ, ക്വയറി ഓക്കെയാണ്. ഇനി ഞാൻ ഈ
ഗോപ്പിൻ്റെ അക്കൗണ്ട് കയറിയിട്ട് യൂസ് BCA 2020 അടിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് യൂസ് ചെയ്യാനുള്ള പ്രിവിലേജ് കിട്ടി. ഇനി ഷോ ടേബിൾസ് കാണിക്കുമ്പോൾ നോക്കാമല്ലേ, ഉണ്ടോ? ഷോ ടേബിൾസ് അടിച്ച് കഴിഞ്ഞാൽ ആകെ സ്റ്റുഡൻറ്റ് ടേബിൾ മാത്രമേ കാണിക്കൂ. പക്ഷേ ഇവിടെ ഞാൻ ഷോ ടേബിൾസ് അടിച്ചപ്പോൾ ഇതിലത്തെ എല്ലാ ടേബിളും കാണിച്ചു. കാരണം ഇത് റൂട്ട് യൂസർ ആയതുകൊണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല, റൂട്ട് യൂസറിന് എല്ലാ പ്രിവിലേജസും ഉണ്ട്. അപ്പം എല്ലാം കാണാനും പറ്റും, എല്ലാം മോഡിഫൈ ചെയ്യാനും പറ്റും, ആരെ ആഡും ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പം ഇതാണ് ഒറിജിനലായിട്ടുള്ളത്. കോഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്ട്രക്ടർ, കുറേ ടേബിൾസ് ഉണ്ട് ഇതിൽ. പക്ഷേ ഇപ്പം ഗോപിക്ക് ഞാൻ ആകെ ആക്സസ് കൊടുത്തത് ഈ BCA 2020 സ്റ്റുഡൻറ്റ് ടേബിളിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അവന് ഈ സ്റ്റുഡൻറ്റ് ടേബിൾ മാത്രമേ ഈ ലിസ്റ്റിൽ കാണൂ. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവന് സെലക്ട് ചെയ്യാം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ വേണ്ട, അവന് സ്റ്റുഡൻറ്റ് ഡാറ്റ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ അവന് സെലക്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതിപ്പോൾ അവൻ ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചു വെച്ചു ഈ ടേബിൾ, ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ്. അപ്പോൾ ആക്സസ് ഡിനൈഡ് എന്നാണ് കണ്ട. ഡ്രോപ്പ് കമാൻഡ് ഡിനൈഡ് ടു യൂസർ ഗോപി അറ്റ് ലോക്കൽ യൂസ്. അപ്പം ഈ ഗോപി എന്ന് പറഞ്ഞാൽ ഈ യൂസർ അക്കൗണ്ട് കയറിയിട്ട് ആകെ ഡാറ്റ കാണാൻ മാത്രമേ പറ്റൂ, പക്ഷേ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമുക്ക് ഓരോ യൂസർ അക്കൗണ്ട്സിൻ്റെ പ്രിവിലേജസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അതിനുള്ള ഈ ബേസിക് സിൻടാക്സ് ആണ് ഇത്. ഗ്രാൻഡ് എന്തൊക്കെ പ്രിവിലേജസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പ്രിവിലേജ് ഇവിടെ കോമ ഇട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓൺ എവിടെയാണ് പ്രിവിലേജ് കൊടുക്കേണ്ടത് വെച്ചാൽ ആ ഡാറ്റാബേസ് ടേബിളിൻ്റെ പേരും ആർക്കാണ് കൊടുക്കേണ്ടത് വെച്ചാൽ ടു അവരെ അക്കൗണ്ട് നെയിം, അതായത് അവരെ യൂസർ നെയിമും ഹോസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാം. സോ ഇവിടെ ഇനി പ്രിവിലേജ് ലെവൽസിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഈ കുറച്ച് കോമൺലി യൂസ് പ്രിവിലേജസ് കാണിച്ചു തരാം. അഥവാ ഇങ്ങനെ വൺ വേർഡ് ആയിട്ട് മറ്റേ ക്വസ്റ്റ്യൻ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം. കുറച്ച് പ്രിവിലേജസിൻ്റെ എക്സാമ്പിളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ക്രിയേറ്റ്, ഡ്രോപ്പ്, ഡിലീറ്റ്, ഇൻസേർട്ട്, സെലക്ട്, അപ്ഡേറ്റ്, ഇതൊക്കെ ഓരോരോ പ്രിവിലേജസിൻ്റെ എക്സാമ്പിൾസാണ്. പിന്നെ ഈ ഓൾ പ്രിവിലേജസ് ഇപ്പം നിങ്ങൾ ഗ്രാൻറ്റിന് ശേഷം ഈ ക്രിയേറ്റ്, ഡ്രോപ്പ്, ഡിലീറ്റ് ഇതൊക്കെ കൊടുക്കുന്ന പകരം ഗ്രാൻറ്റ് ഓൾ പ്രിവിലേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഈ ഗ്രാൻറ്റിന് ശേഷം ഞാൻ ഇവിടെ സെലക്ട് ആ കോമ സെപ്പറേറ്റഡ് ലിസ്റ്റിന് പകരം ഓൾ പ്രിവിലേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസർ അക്കൗണ്ടിന് എല്ലാ പ്രിവിലേജും കിട്ടും. അതായത് ഒരു റൂട്ട് അക്കൗണ്ടിൻ്റെ അത്രയ്ക്ക് പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. ഈ ഓൾ പ്രിവിലേജസിനൊപ്പം ഗ്രാൻറ്റ് ഓപ്ഷൻ പറഞ്ഞൊരു പ്രിവിലേജ് കിട്ടില്ല, അത് ഞാൻ അവസാനം പറയാം. പക്ഷേ ഇപ്പം നിങ്ങൾ തൽക്കാലം ഇത്ര കൊടുത്താൽ ഓൾ പ്രിവിലേജസ് പറഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് കോമ അടിച്ച് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ പ്രിവിലേജസും ഒറ്റയടിക്ക് കിട്ടും ഓൾ പ്രിവിലേജസിന് കൊടുത്തു കഴിഞ്ഞാൽ. ഗ്രാൻറ്റ് ഓപ്ഷൻ ഉണ്ട്, ഞാൻ പിന്നെ അവസാനം പറയും. ഓക്കെ, സോ ഇനി നമുക്ക് പ്രിവിലേജ് ലെവൽസിനെ കുറിച്ച് പറയാം. പ്രിവിലേജ് ലെവൽസ് ഡിറ്റർമൈൻ ദി ലെവൽ ടു വിച്ച് ദി പ്രിവിലേജസ് അപ്ലൈ ഇൻ എ ഗ്രാൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. MySQL supports the following main privilege levels. ഗ്ലോബൽ പ്രിവിലേജ് ലെവലിൻ്റെ, ഡാറ്റാബേസ് പ്രിവിലേജ് ലെവൽ, ടേബിൾ. ഈ പ്രിവിലേജ് ലെവൽ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ ഈ ഗ്രാൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പം ഇത് എവിടെയാണ്, ഏത് സ്ഥലത്തേക്കാണ് ഈ പ്രിവിലേജ് ആപ്ലിക്കബിൾ ആവുന്നത്? ഈ BCA ഡാറ്റാബേസിൻ്റെ സ്റ്റുഡൻറ്റ് ടേബിളിൽ മാത്രം. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഈ പ്രിവിലേജ് അപ്ലൈ ആവുന്നത്. ഈ സെലക്ട് ഗോപിക്ക് എവിടെ മാത്രമേ ചെയ്യാൻ പറ്റൂ? ഈ BCA ഡാറ്റാബേസിൻ്റെ സ്റ്റുഡൻറ്റ് ടേബിളിൽ മാത്രമേ അവനത് ചെയ്യാൻ പറ്റൂ. ഈ ഒരു ലെവലിൽ മാത്രമേ അവൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് ഈ പറഞ്ഞ ഇത് ടേബിൾ ലെവൽ പ്രിവിലേജ് ആണ് അവിടെ. കാരണം ഈ ഒരു ടേബിളിൽ മാത്രമേ അവനത് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ടേബിളിൽ പോയെന്ന് വെച്ചോ, ഇപ്പോൾ ഈ BCA ഡാറ്റാബേസിൽ ഇവിടെ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു ടേബിളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റിന് പകരം ഗോപിൻ്റെ അക്കൗണ്ടിൽ സെലക്ട് സ്റ്റാർ ഫ്രം ഇൻസ്ട്രക്ടർ അടിച്ച് നോക്കുക, ആക്സസ് ഡിനൈഡ് എറർ കാണിക്കും. അത് കണ്ടില്ലേ? ഈ സെലക്ട് കമാൻഡ്, സെലക്ട് പ്രിവിലേജ് ഞാൻ ഗോപിക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവൻ ഇവിടെ സെലക്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? കാരണം ഞാനത് എവിടെയാണ് കൊടുത്തത്? ഈ സ്റ്റുഡൻറ്റ് ടേബിളിന് വേണ്ടി മാത്രമാണ് ആ പ്രിവിലേജ് കൊടുത്തത്. അപ്പോൾ അവന് വേറെ ഈ ഇൻസ്ട്രക്ടർ ടേബിളിൽ കയറിയിട്ട് ഡാറ്റ കാണാൻ പറ്റില്ല അവന്. അപ്പം അതാണ് ഞാൻ പ്രിവിലേജ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിവിലേജ് ലെവൽ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണ് പ്രിവിലേജ് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഇതൊരു ടേബിൾ ലെവൽ പ്രിവിലേജ് ആണ്, അതായത് ഈ ഒരു ടേബിളിൽ മാത്രമേ ഈ പ്രിവിലേജസ് ആപ്ലിക്കബിൾ ആവും. അതേപോലെ പലതരം പ്രിവിലേജ് ലെവൽസിൻ്റെ ഗ്ലോബൽ പ്രിവിലേജ്. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഡാറ്റാബേസും എല്ലാ ടേബിളും ഉൾപ്പെട്ട് കഴിഞ്ഞു. ഡാറ്റാബേസ് ലെവൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിൻ്റെ ഏത് ടേബിളിലും ആ യൂസർക്ക് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത പ്രിവിലേജസ് കിട്ടും. ടേബിൾ ലെവൽ പ്രിവിലേജ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടേബിളിലേക്ക് മാത്രം നിങ്ങൾ സ്പെസിഫൈ ചെയ്ത പ്രിവിലേജ് കിട്ടും. കോളം എന്ന് പറഞ്ഞാൽ ഇനിയും സ്കോപ്പ് കുറഞ്ഞു വന്നു, അതായത് ഒരു പെർട്ടിക്കുലർ ടേബിളിൻ്റെ കുറച്ച് സ്പെസിഫൈഡ് കോളംസിലേക്ക് മാത്രമേ ആ പ്രിവിലേജസ് ആപ്ലിക്കബിൾ ആവും. ഇനി സ്റ്റോർഡ് റൂട്ടീനും പ്രോക്സിയും നമുക്ക് ഇതുവരെ ക്ലാസ്സിൽ അധികം എടുക്കാത്ത സംഭവമുണ്ട്, അത് ഞാൻ ഇപ്പം പറയുന്നില്ല. അത് അതിൻ്റെ സ്ലൈഡ് എത്തുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ പ്രിവിലേജ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് ഇത്രയല്ലോ, അത് കുറച്ച് ഇനി ക്വയറീസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്ലോബൽ ലെവൽ പ്രിവിലേജസിനെ കുറിച്ച് പറയാം. ഗ്ലോബൽ ലെവൽ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ സിൻടാക്സ് എല്ലാം സെയിം തന്നെ നോക്കൂ. ഇവിടെ ഗ്രാൻറ്റ് ഓൺ ടു. അപ്പോൾ ഈ ഗ്രാൻറ്റിൽ നിങ്ങൾ ഏതൊക്കെ പ്രിവിലേജാണ് കൊടുക്കുന്നത് വെച്ചാൽ അതെല്ലാം കോമ ഇട്ട് കൊടുക്കുക. ഇവിടെ ഓണിൽ നോക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ഓണിലാണ് ഈ പ്രിവിലേജ് ലെവൽ വരുന്നത്. ഇവിടെ സ്റ്റാർ ഡോട്ട് സ്റ്റാർ വരുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ ഡാറ്റാബേസ് നെയിം ആയിരുന്നു കൊടുക്കേണ്ടത്, ഇവിടെ ശരിക്കും ടേബിൾ നെയിം ആയിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ ആ രണ്ടിൻ്റെ സ്ഥലത്ത് നമ്മൾ സ്റ്റാർ ഇട്ടു. സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത്
എല്ലാം ഉൾപ്പെട്ട് കഴിഞ്ഞു അതിൽ. ഇതൊരു വൈൽഡ് കാർഡ് ക്യാരക്ടറാണ്. ഇപ്പോൾ സ്റ്റാറിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത്ര തന്നെ. അവിടെ ഏത് ഡാറ്റാബേസും വരാം, ഇവിടെ ഏത് ടേബിളും വരാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വയറി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു യൂസർക്ക് ഏത് ഡാറ്റാബേസിൻ്റെ ഏത് ടേബിളിലേക്കും ഈ പ്രിവിലേജ് അപ്ലിക്കബിൾ. അപ്പം ഇവിടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനുവേണ്ടി ഇപ്പം ഗോപിക്ക് തൽക്കാലം ഇത്ര പ്രിവിലേജ് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ ഒരു പുതിയ യൂസർ നമുക്ക് വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് യൂസർ, പേര് വെറുതെ ഇങ്ങനെ user1 എന്ന് പേര് കൊടുക്കാം. @localhost. തൽക്കാലം ഞാൻ പാസ്വേഡ് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ user1 @localhost ഞാൻ ഇവിടെ കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ട് ഇവിടെ ഇപ്പോൾ ഗോപിന്ന് ഞാൻ തൽക്കാലം ലോഗ് ഔട്ട് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് എക്സിറ്റ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഇനി അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കമാൻഡ് mysql-u. ഇപ്പോൾ പുതിയ യൂസർ ഏതാണ്? user1. ഇപ്പോൾ user1 കയറിയിട്ട് പാസ്വേഡ് ഇല്ലാത്ത സ്ഥിതിക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ ഇപ്പോൾ നമ്മൾ user1 ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ user1 തൽക്കാലം പ്രിവിലേജ് ഒന്നുമില്ല, ജസ്റ്റ് ഫ്രഷ് ആയി ക്രിയേറ്റ് ചെയ്ത ഒരു യൂസറാണ്. ഇപ്പോൾ ഈ user1 ഞാൻ ഗ്ലോബൽ ലെവൽ പ്രിവിലേജ് ഗ്രാൻറ്റ് ചെയ്യാൻ പോകുന്നു. അതായത് സെലക്റ്റും അപ്ഡേറ്റും. ഓക്കെ, എവിടെയാണ് ഞാൻ കൊടുക്കുന്നത്? ഗ്ലോബലായിട്ട്. അവൻ ഏത് ഡാറ്റാബേസിൽ ഏത് ടേബിളിലും ഈ പ്രിവിലേജ് ആപ്ലിക്കബിൾ ആവും. അത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഗ്രാൻഡ് സെലക്ട് അപ്ഡേറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇനി ഡ്രോപ്പോ ഡിലീറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതെല്ലാം കൊടുക്കുക. ഏതൊക്കെ പ്രിവിലേജ് വേണം അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് കോമ ഇട്ട് കൊടുക്കുക. ഓൺ ഡാറ്റാബേസ് നെയിമിന് പകരം സ്റ്റാർ ഇട്ട് കൊടുക്കുക. അതായത് ഏത് ഡാറ്റാബേസും പിന്നെ ഡോട്ട് ടേബിൾ നെയിമിൻ്റെ സ്ഥലത്ത് ഏത് ടേബിളും തന്നെ ഇവിടെയും സ്റ്റാർ ഇട്ട് കൊടുക്കുക. പിന്നെ ആർക്ക് ഇട്ടു? ഇപ്പം ക്രിയേറ്റ് ചെയ്ത user1 @localhost. You are not allowed to create a user with grant. ഇവിടെ എന്താ തെറ്റിയത് സിൻടാക്സിൽ? ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. യു ആർ നോട്ട് അലൗഡ് ടു ക്രിയേറ്റ് എ യൂസർ വിത്ത് ഗ്രാൻറ്റ്. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഗ്രാൻഡ് സെലക്ട് അപ്ഡേറ്റ് ഡ്രോപ്പ് ഡിലീറ്റ് ഓൺ star.star to user1 @localhost. ഒരു മിനിറ്റ്, ആ user1 കറക്റ്റായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെലക്ട് യൂസർ host ഫ്രം mysql.user. ആ user1 ക്രിയേറ്റ് ആയിട്ടുണ്ടോ? യെസ്, ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ ഞാൻ ഗ്രാൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും സിൻടാക്സ് തെറ്റിച്ചിട്ടുണ്ടോ? ഗ്രാൻഡ് ഈ പ്രിവിലേജസ് ഒക്കെ ഓൺ ഏത് ഡാറ്റാബേസ് ഏത് ടേബിൾ ടു user1 @localhost. ഒരു മിനിറ്റ് ഒന്നും കൂടി എക്സിറ്റ് ചെയ്ത് നോക്കട്ടെ. ഗ്രാൻഡ് സെലക്ട് അപ്ഡേറ്റ് ഡ്രോപ്പ് ചെയ്തൊക്കെ പ്രിവിലേജ് എന്ന് വെച്ചാൽ അതെല്ലാം കൊടുക്കുക. ഓൺ star.star to user1 @localhost. ഓക്കെ, എനിക്കൊന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കണോ, ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിരിക്കും കാരണം. അല്ലെങ്കിൽ ഇത് ബേസിക്കലി എക്സിക്യൂട്ട് ആവേണ്ട സംഭവം തന്നെ. എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ റീഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. എനിക്കൊന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ആവാൻ എന്തെങ്കിലും സമയം എടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇതാ ഇവിടെ കാണുന്നില്ലേ ലോക്കൽ ഹോസ്റ്റിൻ്റെ സ്പെല്ലിങ് ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരാം. അപ്പം എന്തെങ്കിലും ക്വയറി എക്സിക്യൂട്ട് ആവുന്നില്ലാണ്ടെങ്കിൽ ഓരോ വേർഡ് ഓരോ സ്പെല്ലിങ് നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ user1 ഏത് ഡാറ്റാബേസിൽ ഏത് ടേബിളിൽ പോയിട്ട് സെലക്റ്റും അപ്ഡേറ്റും ഡ്രോപ്പും ഡിലീറ്റും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നേരത്തെ ഗോപി എന്ന യൂസറിൽ സെലക്ട് സ്റ്റാർ ഫ്രം ഇൻസ്ട്രക്ടർ അടിച്ചപ്പം ആക്സസ് ഡിനൈഡ് എന്ന് വന്നില്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞാൽ ഈ യൂസർ വെച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ നേരത്തെ കൊടുത്ത പ്രിവിലേജ് മാത്രം യൂസ് BCI 2020 അടിച്ചിട്ട് ഈ ഡാറ്റാബേസിലേക്ക് ആക്സസ് ഡിനൈഡ് എന്ന് കാണിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് 2 സെഷനും ഇവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് റൺ ആയിക്കൊണ്ടുള്ളതാണ്. അപ്പം ഇവിടെ ഫ്ലഷ് പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കമാൻഡൊക്കെ ഉണ്ട്. അത് ഞാൻ അധികം കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്താൽ മതി. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് യൂസർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ട സിൻടാക്സ് ഇത് തന്നെയാണ്. mysql-u യൂസറിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. പിന്നെ പേര് ഇവിടെ ഞാൻ പാസ്വേഡ് ഉണ്ടാക്കിയിട്ടല്ലേ ഈ യൂസർക്ക്. അപ്പം ജസ്റ്റ് ബ്ലാങ്ക് പാസ്വേഡ് എൻ്റർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക യൂസ് BCI 2020. ഓക്കെ, ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഡാറ്റാബേസിൻ്റെ ഏത് ടേബിളിനും സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ സെലക്റ്റിൻ്റെ പ്രിവിലേജ് നേരത്തെ റൂട്ട് അക്കൗണ്ട് വെച്ച് കൊടുത്തതല്ലേ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്ത് നോക്കുക. ഓക്കെ, ഉണ്ട് സ്റ്റുഡൻറ്റ് ടേബിളിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ എനിക്ക് ഇൻസ്ട്രക്ടർ ടേബിളിനും
ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. കണ്ടോ? പക്ഷേ ആ ഗോപി എന്ന യൂസറെ വെച്ചിട്ട് എനിക്ക് ഇൻസ്ട്രക്ടർ ടേബിളിൽ നിന്നൊന്നും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ട് എന്തുകൊണ്ട്? ഞാൻ ഗോപിക്കാകെ ഈ സെലക്ട് പ്രിവിലേജ് ഈ സ്റ്റുഡൻറ്റ് ടേബിളിന് മാത്രമേ കൊടുത്തിട്ടു. പക്ഷേ ഈ യൂസർ 1ന് ഞാൻ ഏത് ഡാറ്റാബേസിൻ്റെ ഏത് ടേബിളിനും ഞാൻ പ്രിവിലേജ് കൊടുക്കുന്നു. ഈ സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ്, അപ്ഡേറ്റ്, ഡ്രോപ്പ്, ഡിലീറ്റ്. അപ്പം ബേസിക്കലി സംഭവം ഇത്രയേ ഉള്ളൂ, ആ ലെവലിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. ഇത് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു ലെവലാണ്, ഈ ഒരു ടേബിൾ ലെവൽ മാത്രം. ഇത് ഗ്ലോബൽ ലെവലാണ്, അതായത് എല്ലാ ഡാറ്റാബേസും എല്ലാ ടേബിളും. അതാണ് ഗ്ലോബൽ ലെവൽ പ്രിവിലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൻടാക്സ് സെയിം തന്നെയാണ്. ഈ ഓണിൻ്റെ സ്ഥലത്ത് ഇവിടെ 2 സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഡാറ്റാബേസ് ലെവൽ പ്രിവിലേജ്. ഇത് ഗ്ലോബൽ ലെവൽ പ്രിവിലേജ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത താഴെ വരുന്ന ഇത് ലെവലാണിത്. അതായത് ഏത് ഡാറ്റാബേസിൻ്റെ ഏത് ടേബിളല്ല, ഒരു സ്പെസിഫിക് ഡാറ്റാബേസിൻ്റെ ഏത് ടേബിൾ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഡാറ്റാബേസിൻ്റെ പേര് നിങ്ങളിവിടെ കൊടുക്കണം. പിന്നെ ഡോട്ടിന് ശേഷം ടേബിൾ നെയിമിൻ്റെ സ്ഥലത്ത് നിങ്ങൾ സ്റ്റാർ കൊടുത്താൽ മതി. അപ്പം അത് ഞാൻ ഇവിടെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാൽ. ഇനിയിപ്പോൾ അങ്ങോളം ഞാൻ ഒന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട അത്ര ആവശ്യമില്ല, കാരണം എല്ലാ സ്ഥലത്തും സെയിം സിൻടാക്സ് തന്നെ വരുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് യൂസർ user2 at ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, യൂസർ ക്രിയേറ്റ് ആയി. ഇനി ഈ യൂസർക്ക് ഞാൻ സെലക്ട് പ്രിവിലേജ് കൊടുക്കാം. എവിടെയെല്ലാം കൊടുക്കുന്നത്? ഓൺ മൈ BCI. അത് എന്തായിരുന്നു എൻ്റെ ഡാറ്റാബേസിന് BCI 2020 അല്ലേ? BCI 2020.star. അതായത് ഈ ഒരു ഡാറ്റാബേസിൻ്റെ ഏത് ടേബിളിലും ഇവൻ്റെ ഡാറ്റ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആർക്ക്? ടു പേര് കൊടുക്കുക, user1, അവർ ഹോസ്റ്റ് നെയിം കൊടുക്കുക. ഓക്കെ, ക്വയറി ഓക്കെ. ഇനി ഞാൻ ആ യൂസർ അക്കൗണ്ട് വെച്ച് ഇവിടെ ലോഗിൻ ചെയ്യണമെങ്കിൽ ഇത് ലോഗ് ഔട്ട് തന്നെ എക്സിറ്റ് കൊടുക്കുക. ഞാൻ മറ്റേ യൂസർ വെച്ച് ലോഗിൻ ചെയ്യണമെങ്കിൽ MySQL ആ യൂസറിൻ്റെ പേര് കൊടുക്കുക, പാസ്വേഡ് ബ്ലാങ്ക്. അതിനുശേഷം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, BCI 2020. പറ്റുന്നില്ലെങ്കിൽ ഇത് വീണ്ടും റീഓപ്പൺ ചെയ്യേണ്ടി വരും. അത് റിഫ്രഷ് ചെയ്യേണ്ട ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ഈ ഇപ്പം നമ്മളിവിടെ 2 സെഷനും സൈമിൾട്ടേനിയസ് റൺ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. അത് വീണ്ടും ചെയ്ത് നോക്കുക. ഇത് എത്രത്തോളം നിങ്ങൾ ടൈപ്പ് ചെയ്യുക അത്രത്തോളം ഫ്ലുവൻ്റായി വരും. ഓക്കെ, പാസ്വേഡ് ഇല്ല, ബ്ലാങ്ക് പാസ്വേഡ് കൊടുക്കുക. സോ ഇവിടെ ഏതായിരുന്നു? ഈ BCI 2020 ഡാറ്റാബേസ്. അത് യൂസ് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് സെലക്ട് വെച്ചിട്ട് തന്നെ കൊടുക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ആ ഡാറ്റാബേസിൻ്റെ പേര് .ടേബിൾ നെയിം. അപ്പോൾ ഈ BCI 2020 user2 at ലോക്കൽ ഹോസ്റ്റ് ടേബിൾ സ്റ്റുഡൻറ്റിന് ആക്സസ് ഡിനൈഡ് എന്നാണ് കാണിക്കുന്നത്. ഒരു മിനിറ്റ്, അത് നമുക്ക് ഇവിടെ നോക്കാം. ഇത് user1 ഞാൻ ഇവിടെ കൊടുത്തത്, സോറി user2 അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത് ഈ ഡാറ്റാബേസിൻ്റെ ഏത് ടേബിളിലും ഈ പ്രിവിലേജ് ആപ്ലിക്കബിൾ ആവേണ്ടതായിരുന്നു. user2 എന്നായിരുന്നു ഇവിടെ ഞാൻ ശരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ user2 ഇപ്പോൾ തൽക്കാലം ഒരു പ്രിവിലേജും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഞാൻ user1 വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാം. ഇപ്പോൾ user1 ശരിക്കും user1 വെച്ച് ഇതിപ്പോൾ ചെയ്താൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ശരിക്കും മനസ്സിലാവില്ല, കാരണം user1 ഇപ്പോൾ ഓൾറെഡി ഗ്ലോബൽ ലെവൽ പ്രിവിലേജാണ് ഉള്ളത്. അപ്പം ഞാൻ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ user2 കൂടി ഞാൻ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചാൽ. ഗ്രാൻഡ് സെലക്ട് ഓൺ BCI 2020.star to user2 at ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, ക്വയറി ഓക്കെ ആണ്. ഇനി ഇത് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലോസ് ആയി. ഇത് CMD റൺ ചെയ്യുക. എന്നിട്ട് user2ലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ സിൻടാക്സ് MySQL പേര് കൊടുക്കുക, പാസ്വേഡ്. user2 ഞാൻ പാസ്വേഡ് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല, ബ്ലാങ്ക് പാസ്വേഡ് ആയിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം BCI. നിങ്ങളുടെ ഡാറ്റാബേസിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളത്തെ ഡാറ്റ ഡിസ്പ്ലേ ആണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതേപോലെ നമുക്ക് ആ ഡാറ്റാബേസിൻ്റെ ഏത് ടേബിളത്തെ ഡാറ്റയും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇൻസ്ട്രക്ടർ ടേബിളിൻ്റെ ആണെങ്കിൽ ഇൻസ്ട്രക്ടർ ടേബിളിൻ്റെ ഡിസ്പ്ലേ ചെയ്യാം. പക്ഷേ ഇതൊക്കെ നമ്മളെ ഈ BCI 20 ഈ ഒരു ഡാറ്റാബേസിൽ നിന്ന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി വേറെ ഏതെങ്കിലും ഡാറ്റാബേസിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏതൊക്കെ ഡാറ്റാബേസാണ് ഇതിലുള്ളത്, ഷോ ഡാറ്റാബേസസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ വേൾഡ് എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസും ഉണ്ട്. അപ്പോൾ ഈ വേൾഡ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് അതിലത്തെ ഏതെങ്കിലും ടേബിൾ, ഇപ്പം ഞാൻ വേൾഡ് ഡാറ്റാബേസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, അതിൽ എന്തൊക്കെയാണ് ഉള്ളത്. യൂസ് വേൾഡ് എന്നിട്ട് ഷോ ടേബിൾസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ ടേബിൾസിൻ്റെ ലിസ്റ്റ് കിട്ടും. ഓക്കെ, ഇതിൽ സിറ്റി, കൺട്രി, ലാംഗ്വേജ് എന്ന ടേബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റി ടേബിൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കണമെങ്കിൽ ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം സിറ്റി അടിച്ച് നോക്കിയാൽ സെലക്ട് സ്റ്റാർ ഫ്രം കൺട്രി എന്ന് അടിക്കാം.
ഇതിൻ്റെ ലിസ്റ്റ് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പം ഈ കൺട്രി ഡാറ്റാബേസിൽ കൺട്രി ഡാറ്റാബേസ് അല്ല, ഇവിടെ കൺട്രി ടേബിൾ ആയിരുന്നില്ലേ. ഇത് ഏത് ഡാറ്റാബേസിൻ്റെ ടേബിളായിരുന്നു? വേൾഡ് ഡാറ്റാബേസ്. അപ്പം ഇവിടെ ഞാൻ ഈ യൂസർ വെച്ചിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം വേൾഡ് ഡോട്ട് കൺട്രി എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്സസ് ഡിനൈഡ് കാണിക്കും. എന്തുകൊണ്ട്? കാരണം ഞാൻ ഈ യൂസർക്ക് ജസ്റ്റ് ഈ BCI ഡാറ്റാബേസിൽ നിന്ന് മാത്രം ഏത് ടേബിൾ ആക്സസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടു. പക്ഷേ വേറൊരു ഡാറ്റാബേസിൽ ഒരു ടേബിൾക്കും ഈ യൂസറിന് ആക്സസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു എറർ വരുന്നത്. അപ്പോൾ അതാണ് ഈ ഡാറ്റാബേസ് ലെവൽ പ്രിവിലേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ടേബിൾ ലെവൽ പ്രിവിലേജ് ഞാൻ വീണ്ടും ഡെമോൺസ്ട്രേറ്റ് കാണിക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്ത എക്സാമ്പിൾ തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടേബിളിന് മാത്രം പ്രിവിലേജസ് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് നിങ്ങൾക്ക് ഗ്രാൻറ്റിൽ ഏതൊക്കെ പ്രിവിലേജ് ആണ് അതെല്ലാം കൊടുക്കാം ഓൺ ഒരു സ്പെസിഫിക് ടേബിൾ. ആ ഒരു ടേബിളിൽ മാത്രം ഈ പ്രിവിലേജസ് ആപ്ലിക്കബിൾ ആവും. പിന്നെ ആർക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ അത് 2 വെച്ച് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ മുമ്പോട്ടും കോളം ലെവൽ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ ഇനിയും കുറച്ചും കൂടി സ്കോപ്പ് പറഞ്ഞു തന്നു. അതായത് ഗ്രാൻറ്റിൽ ഇതൊക്കെ ഒരു ലൈനിൽ കൊടുക്കാൻ പറ്റുമെന്നില്ല. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഓരോ ലൈനിൽ ഓരോന്ന് ചെയ്ത് കാണിച്ചാൽ ജസ്റ്റ് റീഡബിലിറ്റി ഇമ്പ്രൂവ് ആവാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഏത് പ്രിവിലേജാണെന്ന് വെച്ചാൽ ആ പ്രിവിലേജിനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ കോളംസിലേക്കാണോ ആ പ്രിവിലേജ് ആപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ ആ കോളമൊക്കെ കോമ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഗോപി എന്ന് പറഞ്ഞ യൂസർക്ക് ഈ MyBCI ഡാറ്റാബേസിൻ്റെ സ്റ്റുഡൻറ്റ് ടേബിളിൽ സെലക്ട് പ്രിവിലേജസ് കൊടുക്കും. പക്ഷേ എല്ലാ കോളമിലല്ല, ജസ്റ്റ് ആ ടേബിളത്തെ ഈ 3 കോളത്തിൽ മാത്രമേ ഈ സെലക്ട് പ്രിവിലേജസ് കിട്ടൂ. അതേപോലെ തന്നെ അപ്ഡേറ്റ് പറഞ്ഞ പ്രിവിലേജസും കൂടി കിട്ടും. പക്ഷേ അത് ജസ്റ്റ് മാർക്ക് എന്നൊരു ഫീൽഡിന് വേണ്ടി മാത്രമേ അപ്ഡേറ്റ് കിട്ടൂ. വേറെ നെയിമൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ഗോപിനെ വിടുന്നില്ല. ചിലപ്പം ഇത് ജസ്റ്റ് മാർക്സ്, ജസ്റ്റ് ഡാറ്റ അനലൈസിങ്, ഗ്രേഡും അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമേ ഗോപി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവന് ജസ്റ്റ് മാർക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട പ്രിവിലേജ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സ്റ്റുഡൻറ്റിൻ്റെ പേരും ഐഡിയും കയറി കളിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു യൂസർക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്രിവിലേജസ് ഓരോ കോളമിനായിട്ട് കോളം ലെവൽ പ്രിവിലേജസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാം. ഇത് എത്ര അടിയിലാണ്? ഇത് ഇങ്ങനെ അടിയിൽ സ്ക്രോൾ ചെയ്ത് പോകണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് എവിടെയും ക്ലിക്ക് ചെയ്യാൻ എന്നിട്ട് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഡയറക്റ്റ് ഓട്ടോമാറ്റിക് അവിടെ വന്നോളും. ക്രിയേറ്റ് യൂസർ, ഞാൻ ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാം, user 4. ഓക്കെ, ഹോസ്റ്റ് നെയിമും കൂടി കൊടുക്കുക, ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, ഇനി user 4ക്ക് ഞാൻ കോളം ലെവൽ പ്രിവിലേജസ് ആണ് ഇവിടെ കൊടുക്കാമെന്ന് നോക്കുക. ഗ്രാൻറ്റ് സെലക്ട് പ്രിവിലേജസ് ഞാൻ ഇവിടെ കൊടുക്കുക. സെലക്ട് ഏതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്? എൻ്റെ നേരത്തെ ഇവിടെ സ്റ്റുഡൻറ്റ് ടേബിളിൽ എന്തെല്ലാം ഉള്ളത്? ഇവിടെ സ്റ്റുഡൻറ്റ് ടേബിളിൽ ID ഉണ്ട്, നെയിമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിമുണ്ട്, മാർക്കുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ user 4ക്ക് എനിക്ക് ജസ്റ്റ് സ്റ്റുഡൻസിൻ്റെ പേര് മാത്രമേ കാണിച്ചു കൊടുക്കണമെന്നുള്ളൂ. അവർ ഇല്ലെങ്കിൽ പേരും ഡിപ്പാർട്ട്മെൻറ്റും ID ഒക്കെ കണ്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സെലക്ട് പ്രിവിലേജസ് എന്തായാലും കൊടുക്കേണ്ടി വരും. കാരണം ഇത് 3 അവർ കാണണമെന്ന് ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്ക് അവർക്ക് മാർക്ക് കാണിച്ചുകൂടാ. അപ്പം ജസ്റ്റ് ഈ 3 കോളത്തിൽ മാത്രം സെലക്റ്റിൻ്റെ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് മാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ്. അപ്പം ആ 3 കോളത്തിൻ്റെ പേരെന്തൊക്കെയാണ്? ID, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. അപ്പോൾ ഈ മാർക്ക് കാണാൻ പറ്റില്ല. നോക്കുക, ഞാൻ കാണിച്ചു തരാം. അത് ഓൺ ഏതായിരുന്നു ഡാറ്റാബേസിൻ്റെ പേരെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ആ ടേബിളിൻ്റെ പേര് എന്തായിരുന്നു? സ്റ്റുഡൻറ്റ്. അത് ഏത് യൂസർക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ ടു user 4 ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ user 4 വെച്ച് ലോഗിൻ ചെയ്യുന്നത് വെച്ചാൽ CMD ഒന്നും കൂടി ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അത് ക്വയറി തന്നെയായിരുന്നു, ഗ്രാൻഡ് സെലക്ട് ഓൺ ബി ചെയ്ത്. ഓക്കെ, CMD ഓപ്പൺ ചെയ്തു. user 4ലേക്ക് ലോഗിൻ ചെയ്യുക. ഇങ്ങനെ ലോഗിൻ ചെയ്യൽ MySQL -u യൂസറിൻ്റെ പേര് കൊടുക്കുക, -p, എന്നിട്ട് പിന്നെ പാസ്വേഡ് അടിക്കുക. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് കൊടുക്കാത്ത സ്ഥിതിക്ക് ഇവിടെ ബ്ലാങ്ക് പാസ്വേഡ് ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നോക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം മറ്റേ BCA 2020.student കൊടുത്ത ആക്സസ് ഡിനൈഡ് വരും. കാരണം സ്റ്റാറിൻ്റെ അർത്ഥം പറഞ്ഞാൽ എല്ലാ കോളംസും ആണ്. അപ്പോൾ എല്ലാ കോളംസിലും സെലക്ട് പ്രിവിലേജ് ഇല്ല. അതുകൊണ്ടാണ് എറർ വന്നില്ലേ. സെലക്ട് കമാൻഡ് ഡിനൈറ്റ് യൂസർ ഫോർ ടേബിൾസ്. ഇവിടെ ഈ ടേബിളത്തെ മാർക്ക് അല്ലാണ്ട് വേറെ ഏത് ഫീൽഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ വരില്ല. ഞാൻ കാണിച്ചാൽ അപ്പോൾ സെലക്ട് നെയിമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. സെലക്ട് നെയിം ഫ്രം BCA 2020.student. അപ്പോൾ വേണ്ട, നെയിം സെലക്ട് ചെയ്യാൻ കുഴപ്പമില്ല. അതേപോലെ തന്നെ എനിക്ക് നെയിമും IDയും ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ഇത് 3 സെലക്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ മാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ എറർ വരിക. ഓക്കെ, ഈ 3 കോളംസും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ മാർക്ക് സെലക്ട് ചെയ്യുമ്പോൾ നോക്കുക നിങ്ങൾ എറർ വരുന്നത്. സെലക്ട് മാർക്ക് ഫ്രം
ആ ഡാറ്റാബേസിൻ്റെ പേരും ടേബിളിൻ്റെ പേരും കൊടുക്കുക, അപ്പം എറർ വരും. കണ്ടില്ലേ? എന്തുകൊണ്ട്? മാർക്ക് ഞാൻ ആ യൂസർക്ക് നോക്കാനുള്ള പ്രിവിലേജ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്രിവിലേജ് നല്ലോണം ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഗ്ലോബൽ ലെവൽ പ്രിവിലേജ് പറഞ്ഞാൽ അത് ഭയങ്കര ഹൈ ലെവൽ പ്രിവിലേജാണ്. ഏത് ഡാറ്റാബേസും ഏത് ടേബിളിൽ ആപ്ലിക്കബിൾ ആവും നിങ്ങൾ ഈ ലിസ്റ്റിൽ കൊടുത്ത പ്രിവിലേജസ്. പക്ഷേ ഡാറ്റാബേസ് ലെവൽ പ്രിവിലേജ് ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിൻ്റെ മാത്രം ഏത് ടേബിളിലേക്കും ആപ്ലിക്കബിൾ ആവും. ടേബിൾ ലെവൽ പ്രിവിലേജ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടേബിളിലേക്ക് മാത്രം. കോളം ലെവൽ പ്രിവിലേജ് വരുമ്പം ഇവിടെ നിങ്ങൾക്ക് ഗ്രാൻറ്റിൻ്റെ ഉള്ള ആ ലിസ്റ്റിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുക്കുക ഏതൊക്കെ കോളംസിലാണ് ആ പ്രിവിലേജസ് ആപ്ലിക്കബിൾ ആവേണ്ടതെന്ന് വെച്ചാൽ. ഓക്കെ, ഇനി സ്റ്റോർഡ് റൂട്ടീൻ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂട്ടീൻ എന്താണെന്ന് അറിയണം. അതിപ്പോൾ റൂട്ടീനെ കുറിച്ച് നമ്മൾ സിലബസിൽ അധികം ഒന്നും പറയുന്നില്ല. സിമ്പിളായി ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ റൂട്ടീന് 2 തരം റൂട്ടീൻസ് ഉണ്ട് MySQL, അതായത് പ്രൊസീജിയറും ഫങ്ഷൻസും. സിലബസിൽ ഫങ്ഷനെ കുറിച്ച് കുറച്ചൊന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ റൂട്ടീനെ കുറിച്ച് ടോട്ടലായിട്ട് അധികം ഒന്നും പറയുന്നില്ല. അപ്പം നമ്മളെ ഡാറ്റാബേസിൽ ഇതുവരെ നമ്മൾ ഫങ്ഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരില്ല. നിങ്ങൾ ഫങ്ഷനും പ്രൊസീജിയർ സെപ്പറേറ്റ് ആയി പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഫങ്ഷൻസോ പ്രൊസീജിയറോ, അതായത് ജനറലി പറഞ്ഞാൽ റൂട്ടീൻസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ പ്രിവിലേജ് ലെവൽ റെഫർ ചെയ്യുക. അതായത് ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ C++ഒക്കെ ഫങ്ഷൻസ് ഉണ്ടാക്കില്ല, അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ നമുക്ക് ഒരു ക്വയറി എഴുതണമെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ക്വയറി ആണെന്ന് വെച്ചോ, അത് വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യം വരുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വയറി ടൈപ്പ് ചെയ്യുന്ന പകരം അത് ഓരോ വട്ടം ടൈപ്പ് ചെയ്തിട്ട് ഒരു പ്രൊസീജിയറോ ഫംഗ്ഷനായിട്ട് സ്റ്റോർ ആക്കി വെക്കുക. പ്രൊസീജിയറും ഫംഗ്ഷൻ പറഞ്ഞാൽ സിമിലർ ആണ്, പക്ഷേ കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അതായത് ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യും, പ്രൊസീജിയർ റിട്ടേൺ ചെയ്യും, അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അപ്പം ആ ഫംഗ്ഷൻ്റെ ഒരു പേരുണ്ടെങ്കിൽ അത് നമുക്ക് എക്സിക്യൂട്ട് റൂട്ടീൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൽ ഒരു പ്രിവിലേജ് ആണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് നമുക്കൊരു യൂസർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാൻറ്റിൽ എക്സിക്യൂട്ട് എന്ന് കൊടുക്കാം. എന്നിട്ട് ഓണിൽ നമ്മൾ ടേബിൾ നെയിമും ഡാറ്റാബേസ് നെയിമും അല്ല, അവിടെ കീവേഡ് ഉപയോഗിക്കുക. പ്രൊസീജിയർ ആണെങ്കിൽ പ്രൊസീജിയർ, ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്യുക ഇവിടെ. എന്നിട്ട് ആ റൂട്ടീൻ്റെ പേര്. അപ്പം ഇനി ഈ എക്സാമ്പിൾ ഈ ഗോപി എന്ന് പറഞ്ഞ യൂസർക്ക് സാലറി എന്നൊരു പ്രൊസീജിയർ ആ ഡാറ്റാബേസിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഈ ലാസ്റ്റ് പ്രിവിലേജ് പ്രോക്സി യൂസർ പ്രിവിലേജ്. പ്രോക്സി യൂസേഴ്സിനെ കുറിച്ച് സിലബസിൽ തീരെ പറയുന്നില്ല, പക്ഷേ ഞാൻ ഈ ടോപ്പിക്ക് കുറച്ച് കൂടുതൽ ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയും ക്യൂരിയസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സ്ലൈഡും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം പ്രിവിലേജ് ലെവൽസിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. അത് അത്രയൊന്നും ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഗ്രാൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്ന് തുറയാൽ മതി. അതായത് ഈ ഗ്രാൻറ്റ് ഓൺ ടു ഇത്ര, അതിൻ്റെ ഒരു പലതരം പ്രിവിലേജ് ലെവൽസ് വെച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഗ്രാൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിയാനേ ഈ ഗ്രാൻറ്റ് ഓപ്ഷൻ കൂടി ഒന്ന് പറയാം. അതായത് ഈ ഗ്രാൻറ്റ് ഓപ്ഷൻ ഒരു പ്രിവിലേജ് ആണ് ശരിക്കും. അത് എന്താ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ ഇവിടെ ഓൾ പ്രിവിലേജസ് പറയുന്ന സമയത്ത് പറഞ്ഞില്ലേ, ഓൾ പ്രിവിലേജസ് പറഞ്ഞാൽ ശരിക്കും ഓൾ പ്രിവിലേജസ് അല്ല, ഈ ഒരു പ്രിവിലേജ് മിസ്സിംഗ് ആണ് ഗ്രാൻറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ. ഈ ഗ്രാൻറ്റ് ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു യൂസർക്ക് ഇതിൽ നിന്നൊരു 2-3 പ്രിവിലേജസ് അസൈൻ ചെയ്ത് കൊടുത്തു എന്ന് വെച്ചോ. ഇപ്പം ഞാൻ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തു, യൂസർ 7 എന്നുണ്ട്. അപ്പോൾ യൂസർ 7ന് ഇനി ക്രിയേറ്റും ഡ്രോപ്പും ഡിലീറ്റും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഗ്ലോബൽ ലെവലിൽ ഞാൻ കൊടുത്തു. ഏത് ഡാറ്റാബേസിൽ ഏത് ടേബിളും ക്രിയേറ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, അങ്ങനത്തെ പ്രിവിലേജ് ഞാൻ കൊടുത്തെന്ന് വെച്ചാൽ. ഇനി ആ യൂസർക്ക് മറ്റൊരു യൂസർക്കും അതേ പ്രിവിലേജസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂസറിൻ്റെ കയ്യിൽ ഗ്രാൻറ്റ് ഓപ്ഷൻ ഉണ്ടാവണം. അതായത് കയ്യിലുള്ള പ്രിവിലേജസ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു പെർമിഷൻ വേണം. അതാണ് ഗ്രാൻറ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ റൂട്ട് യൂസർ എന്ന നിലയ്ക്ക് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഗ്രാൻറ്റ് ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള യൂസേഴ്സ്ക്ക് അവരുടെ പ്രിവിലേജസ് പാസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ ഗ്രാൻറ്റ് ഓപ്ഷൻ കൊണ്ട് ചെയ്യുന്നത്. അതായത് ആ ഗ്രാൻറ്റ് ഓപ്ഷൻ ശരിക്കും ഒരു പ്രിവിലേജാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്രാൻറ്റിൻ്റെ അപ്പുറം തന്നെ പ്രിവിലേജ് ലിസ്റ്റിൽ കോമ ഇടുമ്പോൾ കോമ ഇട്ട് നിങ്ങൾ പ്രിവിലേജ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഗ്രാൻറ്റ് ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത് പ്രിവിലേജ് ലിസ്റ്റ്. പക്ഷേ അത് നമുക്ക് വിത്ത് ക്ലോസ് വെച്ചിട്ട് കുറച്ചും കൂടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് റീഡബിൾ ആക്കാൻ പറ്റും. അതായത് ഇത്ര വരെ പഠിച്ചത് ഗ്രാൻറ്റ് ഓൺ ടു, അത് അവിടെ അവസാനം സെമിക്കോളൻ ഇടാൻ പകരം വിത്ത് ഗ്രാൻറ്റ് ഓപ്ഷനും കൂടി ടൈപ്പ് ചെയ്ത് വെക്കുക. അതായത് ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ആ യൂസർക്ക് ഈ കൊടുത്ത പ്രിവിലേജസ് ഒക്കെ ആ യൂസർക്ക് മറ്റൊരു യൂസർക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതാണ് ഈ ഗ്രാൻറ്റ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ചെറുങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തായിരുന്നു. അപ്പോൾ ഒരു പുതിയ ഫ്രഷായ
കമാൻഡ് ലൈൻ ക്ലയൻറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ യൂസേഴ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും ഓർമ്മയില്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടി എന്തായിരുന്നു ക്വയറി? സെലക്ട് യൂസർ കോമ ഹോസ്റ്റ് ഫ്രം mysql.host. ഇവിടെ mysql.user ആയിരുന്നു അല്ലേ. സെലക്ട് യൂസർ കോമ ഹോസ്റ്റ് ഫ്രം mysql.user. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സ്. അർജുൻ ഏത് ഹോസ്റ്റിനും കയറാം, യൂസർ 1 ഏത് ഹോസ്റ്റിനും കയറാം, യൂസർ 2 ഏത് ഹോസ്റ്റിനും കയറാം. പിന്നെ വേറൊരു യൂസറുണ്ട്, അവരുടെ പേര് യൂസർ 1 തന്നെ, പക്ഷേ അവർക്ക് ലോക്കൽ ഹോസ്റ്റിന് മാത്രമേ കയറാൻ പറ്റൂ. അതുപോലെ ഇവിടെ കുറേ യൂസേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഈ യൂസർക്കൊക്കെ ഉള്ള പ്രിവിലേജസ് അവർക്ക് മറ്റുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗോപിക്ക് ഞാൻ എന്ത് പ്രിവിലേജ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായത്, അത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഈ ഷോ ഗ്രാൻഡ്സ് ഓപ്ഷൻ, ഈ ഷോ ഗ്രാൻഡ്സ് കമാൻഡ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷോ ഗ്രാൻഡ്സ് ഫോർ അക്കൗണ്ട് നെയിം അടിച്ചു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ ഏതൊക്കെ പ്രിവിലേജസ് ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതായത് ഇപ്പം എനിക്ക് ഈ ഗോപി എന്ന് പറഞ്ഞ യൂസർക്ക് എന്തെല്ലാം പ്രിവിലേജസ് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ ഷോ ഗ്രാൻഡ്സ് ഫോർ ഗോപിൻ്റെ അക്കൗണ്ട് നെയിം അടിച്ചു കൊടുക്കുക, gopi@local. ഇവിടെ നോക്കാം ഞാൻ കോഡ്സ് ഇട്ടിട്ടാണ്, പക്ഷേ എറർ വരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോഡ്സ് ഇവിടെ കമ്പൽസറി അല്ല. നിങ്ങൾ യൂസർ നെയിമും ഹോസ്റ്റ് നെയിമും കൊടുക്കുന്ന സമയത്ത് കോഡ്സ് എപ്പോഴാണ് കമ്പൽസറി ആണെന്ന് വെച്ചാൽ നിങ്ങളെ യൂസർ നെയിമോ ഹോസ്റ്റ് നെയിമോ സ്പേസ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ആ വേർഡിൽ. ഇതൊക്കെ ഇപ്പോൾ സിംഗിൾ വേർഡ് മാത്രമല്ല, അതുകൊണ്ട് ഇവിടെ കോഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഗോപിക്ക് ഇവിടെ ശരിക്കും ഒരു പ്രിവിലേജസും കാണുന്നില്ല, ആകെ ജസ്റ്റ് സെർവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതേ കാണുന്നില്ല. ഞാനെന്നാൽ വേറെ ഏതെങ്കിലും യൂസറിന് നോക്കട്ടെ. യൂസർ 5 എന്തെങ്കിലും പ്രിവിലേജസ് ഞാൻ കൊടുത്തിട്ടുണ്ടായോ? ഷോ ഗ്രാൻഡ്സ് ഫോർ യൂസർ 5 @localhost. ഓക്കെ, യൂസർ 5 എന്തെല്ലാം ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് സെലക്ട് ചെയ്യുക? ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും എവിടുന്ന്? ഈ BCI ഡാറ്റാബേസിൻ്റെ സ്റ്റുഡൻറ്റ് ടേബിളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ടേബിളിൽ യൂസർ 5 ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും അവരെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജസ് ഉണ്ട്, അവരെ മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രിവിലേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് യൂസർ 5 എന്ന അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കാണിച്ചാൽ, അതായത് CMD ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ യൂസർ 5 ലോഗിൻ ചെയ്യുക. അതിനുള്ള കമാൻഡ് എന്തായിരുന്നു? mysql യൂസർ നെയിം പാസ്വേഡ് empty ആയതുകൊണ്ട് ബ്ലാങ്ക് പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെയായിരുന്നു അവരുടെ പ്രിവിലേജസ്? സെലക്ട് നെയിം ചെയ്യാമല്ലോ നമുക്ക്, ഫ്രം ഡാറ്റാബേസ് നെയിം ഈ ടേബിൾ. ഓക്കെ, ഇത് ചെയ്യാനുള്ള പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതേ യൂസർ 5 ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, ഗോപിക്ക് പ്രിവിലേജസ് ഒന്നുമില്ല. അപ്പം യൂസർ 5 അവൻ്റെ ഉള്ള പ്രിവിലേജ് ഗോപിക്ക് പാസ് ചെയ്യാൻ പറ്റില്ല നമുക്കിവിടെ നോക്കാമല്ലോ. അതായത് എങ്ങനെയാണ് പ്രിവിലേജ് അസൈൻ ചെയ്യില്ല? ഗ്രാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഗ്രാൻഡ് ഇവിടെ സെലക്ട് നെയിം ഓൺ ഡാറ്റാബേസ് ടു ആർക്ക്? gopi@localhost എന്ന് നോക്കുക, എറർ കാണിക്കും. കാരണം ഈ ഗ്രാൻറ്റ് ചെയ്തു കൊടുക്കലും ഒരു പ്രിവിലേജാണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഗ്രാൻറ്റ് ഓപ്ഷനിൽ നമ്മളെ കയ്യിലുള്ള പ്രിവിലേജ് മറ്റൊരു യൂസർക്ക് ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഗ്രാൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവിലേജും കൂടി ഉണ്ടാവണം. അതാണ് ഈ ഗ്രാൻറ്റ്. ആ പ്രിവിലേജിൻ്റെ പേരാണ് ഗ്രാൻറ്റ് ഓപ്ഷൻ. അത് ഓൾ പ്രിവിലേജസിൽ വരുന്ന ഒരു പ്രിവിലേജ് അല്ല. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വിത്ത് ഗ്രാൻറ്റ് ഓപ്ഷൻ വെച്ച് നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ പ്രിവിലേജ് ലിസ്റ്റ് തന്നെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ട എറർ വന്നു. അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടൊരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെ യൂസർ ക്രിയേറ്റ് ചെയ്യുക? ക്രിയേറ്റ് യൂസർ, ഒരു പേര് കൊടുക്കാം, ആൻഡ് യൂസർ 6 എന്ന് പേര് കൊടുക്കാം. ഞാൻ കോഡ്സ് കൊടുത്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ജസ്റ്റ് സിംഗിൾ വേർഡ് മാത്രമല്ലേ. ക്രിയേറ്റ് യൂസർ, പേരും ഹോസ്റ്റ് നെയിമും കൊടുത്തു. പിന്നെ പാസ്വേഡ് ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് ഈ യൂസർക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് കൊടുക്കുക. എന്തൊക്കെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ട, എല്ലാം സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് കൊടുക്കുക. ഗ്രാൻഡ് സെലക്ട് ഓൺ എൻ്റെ ആ BCI ഡാറ്റാബേസിൽ സ്റ്റുഡൻറ്റ് ടേബിൾ, ഈ സ്റ്റുഡൻറ്റ് ടേബിളത്തെ ഡാറ്റ ഒക്കെ ഈ യൂസർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് യൂസർക്ക്? ടു ആ യൂസറിൻ്റെ അക്കൗണ്ട് നെയിം കൊടുക്കുക, യൂസർ 6@localhost. സെമിക്കോളൻ കൊടുക്കല്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിത്ത് ഗ്രാൻറ്റ് ഓപ്ഷൻ,
അതും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കൊടുത്ത പ്രിവിലേജ് ഈ യൂസർക്ക് മറ്റൊരു യൂസർക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ക്വയറി ഓക്കെയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് യൂസർ 6 ലോഗിൻ ചെയ്തിട്ട് ഈ സംഭവം കാണിച്ചു തരാം. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് യൂസർ 6 ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം EBCA ഡാറ്റാബേസിൻ്റെ സ്റ്റുഡൻറ്റ് ടേബിൾ. ഓക്കെ, ആ പ്രിവിലേജ് ഉണ്ട്. നേരത്തെ യൂസർ 5ക്കും ഇതുപോലത്തെ ഒരു പ്രിവിലേജ് ഉണ്ട്, പക്ഷേ അത് മറ്റേ ഈ ഗോപിക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടാണ്. അപ്പം അത് ഗോപിക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ ഇപ്പം പറ്റും. കാരണം എന്തുകൊണ്ട്, ഈ കയ്യിലുള്ള പ്രിവിലേജ് ഒക്കെ ഗ്രാൻറ്റ് ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള ആൾക്ക് ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഗ്രാൻറ്റ് കയ്യിലുള്ള പ്രിവിലേജ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. കയ്യിൽ ഏതാ ഉള്ള സെലക്ട് ഏത് ഡാറ്റാബേസിൽ ആ കറക്റ്റ് ടേബിൾ നെയിം ടു ഗോപി അറ്റ് ലോക്കൽ ഹോസ്റ്റ്. കണ്ട, ഇപ്പോൾ ക്വയറി ഓക്കെ. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഷോ ഗ്രാൻസ് ഫോർ ഗോപി അടിച്ച് നോക്കുമ്പോൾ നോക്കാം. ഷോ ഗ്രാൻസ് ഫോർ ഗോപി അറ്റ് ലോക്കൽ ഹോസ്റ്റ്. ഇപ്പം കണ്ട, ഗോപിക്ക് നേരത്തെ ഒരു പ്രിവിലേജ് ഉണ്ടായിട്ട് ആകെ കണക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് മാത്രമേ ഉണ്ടായിട്ടു. ഇപ്പം നമ്മൾ BCA ഡാറ്റാബേസിന് സ്റ്റുഡൻറ്റ് ടേബിളിൽ ഡാറ്റ സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇത് ഗോപിക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ ആ യൂസർ വെച്ച് ഈ ഗോപിക്ക് പ്രിവിലേജ് കൊടുത്ത സമയത്ത് ഞാൻ വിത്ത് ഗ്രാൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പം അതാണ് ഈ വിത്ത് ഗ്രാൻറ്റ് ഓപ്ഷൻ്റെ പ്രത്യേകത. ഇതൊരു സ്പെഷ്യൽ പ്രിവിലേജാണ്. അതായത് നമ്മൾ കയ്യിലുള്ള പ്രിവിലേജ് മറ്റുള്ള ആൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വിത്ത് ഗ്രാൻറ്റ് ഓപ്ഷനും കൂടി യൂസ് ചെയ്യണം. ഓക്കെ, സെയിം സിൻടാക്സ് തന്നെയാണ്, ജസ്റ്റ് അവസാനം വിത്ത് ഗ്രാൻറ്റ് ഓപ്ഷനും കൂടി കൊടുത്താൽ മതി. ഓക്കെ, ഷോ ഗ്രാൻറ്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ യൂസറിൻ്റെ കയ്യിലുള്ള പ്രിവിലേജസ് ഒക്കെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ സിൻടാക്സ് യൂസ് ചെയ്യുക, ഷോ ഗ്രാൻറ്റ്സ് ഫോർ അക്കൗണ്ട് നെയിം. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം ഇത് റിവോക്കിനെ കുറിച്ച് അധികം ഡീറ്റെയിൽ ആയി പറഞ്ഞില്ല, കാരണം ഇപ്പോൾ നമ്മൾ ഗ്രാൻറ്റ് പറഞ്ഞില്ല, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടെ റിവോക്ക്. നമ്മൾ ഗ്രാൻറ്റ് ഓൺ ടു ചെയ്യുന്നവർ ഇവിടെ റിവോക്ക് ഓൺ ഫ്രം, അത്രയാണ്. ബാക്കിയെല്ലാം സെയിം തന്നെ സംഭവം. നമ്മൾ ഏതൊക്കെ പ്രിവിലേജസ് ഒരു യൂസർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ആ പ്രിവിലേജസ് ഒക്കെ നമുക്ക് റിവോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അവരെ കയ്യിൽ നിന്ന് കളയാൻ പറ്റും നമുക്ക്. അത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കാളും ആ കളയാൻ പറ്റുന്ന പ്രിവിലേജ് ഉണ്ടാവണം. അതായത് റൂട്ട് യൂസർ അങ്ങനത്തൊക്കെ അവർക്ക് അത് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് എൻ്റെ റൂട്ട് യൂസറിൽ ലോഗിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ ഗോപിക്ക് ഇവിടെ എന്ത് സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ഇപ്പോൾ ജസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എനിക്കിപ്പം അതിപ്പം ആരാന്ന് കൊടുത്തത്, ഞാനല്ലല്ലോ കൊടുത്തത്, അത് വേറെ ഏതോ യൂസർ 7 മറ്റല്ല കൊടുത്തത്. അത് ചിലപ്പോൾ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് കൊടുത്തായിരിക്കും. ഞാനാണ് ഇപ്പോൾ ഈ ഡാറ്റാബേസിൻ്റെ അഡ്മിൻ ആണെങ്കിൽ ഇപ്പോൾ റൂട്ട് യൂസർ ഞാനല്ല. അപ്പോൾ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് വേറൊരാൾ ടീമിൽ വേറൊരു മെമ്പർക്ക് ഇങ്ങനെ പെർമിഷനൊക്കെ കൊടുത്തു, അത് ചിലപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്കിത് പെട്ടെന്ന് റിവോക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അതിനുള്ള സിൻടാക്സാണ് ഇവിടെ. റിവോക്ക് ആ പ്രിവിലേജ് ലിസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് സെയിം ഓൺ എവിടെയാണ്, ഏത് ടേബിൾ ഏത് ഡാറ്റാബേസ് എന്ന് വെച്ചാൽ അത്, പിന്നെ ടു അല്ല ഇക്വേഷൻ ഫ്രം, ജസ്റ്റ് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷ് തന്നെയല്ലേ. റിവോക്ക് ഗ്രാൻറ്റ് ചെയ്യുമ്പോൾ ഗ്രാൻറ്റ് ടു സം വൺ ആൻഡ് റിവോക്ക് ഫ്രം സം വൺ അങ്ങനെ റിവോക്ക് ഫ്രം. സോ ഞാൻ ഇത് കാണിച്ചു തരാം. ടൈപ്പ് ചെയ്തിട്ട് റിവോക്ക് ഏതായിരുന്നു പ്രിവിലേജ് സെലക്ട് ഇല്ല, കയ്യിലുള്ള പ്രിവിലേജ് മാത്രമേ റിവോക്ക് ചെയ്യാൻ പറ്റൂ. വേറെ ഏതെങ്കിലും ആ ലിസ്റ്റിൽ ഇപ്പം ഗോപിൻ്റെ കയ്യിൽ ഓൾറെഡി ഇല്ലാത്തൊരു പ്രിവിലേജ് ഞാൻ ഈ ലിസ്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എറർ വരും. അപ്പം എന്താണിപ്പോൾ ഗോപിൻ്റെ കയ്യിലുള്ളൊരു എനിക്ക് റിവോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രിവിലേജ് സെലക്ട് പ്രിവിലേജ് അല്ല. അപ്പോൾ റിവോക്ക് സെലക്ട് ഓൺ ഏതായിരുന്നു ആ BCA ഡാറ്റാബേസിൻ്റെ സ്റ്റുഡൻറ്റ് ടേബിളിൽ ഫ്രം ഇത് ഗോപി അറ്റ് ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, ക്വയറി ഓക്കെ. ഇനി ഞാൻ ഗോപിൻ്റെ പ്രിവിലേജ് ഷോ ഗ്രാൻറ്റ്സ് അടിച്ച് നോക്കിയാൽ ഷോ ഗ്രാൻറ്റ്സ് ഫോർ ഗോപി അറ്റ് ലോക്കൽ ഹോസ്റ്റ് നോക്കുക, ആ പ്രിവിലേജ് പോയിട്ടുണ്ടാവും. യെസ്, പോയില്ലേ. അപ്പം അതുതന്നെയാണ് റിവോക്ക് പ്രിവിലേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞു ഇത്രയേ ഇല്ല ഒന്ന്. യെസ്, അപ്പം ഇനി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് ജസ്റ്റ് ഇത്രയായിരുന്നു. യൂസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യൽ, പിന്നെ അവർക്ക് എങ്ങനെ പ്രിവിലേജ് കൊടുക്കൽ, പിന്നെ ആ പ്രിവിലേജ് എങ്ങനെ മാറ്റിയെടുക്കൽ റിവോക്ക്. പിന്നെ നടുക്ക് ഞാൻ കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ ഇപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ തന്നെയാണ്. എങ്ങനെ യൂസർ ക്രിയേറ്റ് ചെയ്യൽ, ആ ക്രിയേറ്റ് യൂസർ സിൻടാക്സ് വെച്ചിട്ട്, പിന്നെ ഇതാണ് എങ്ങനെ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക ചേഞ്ച് ചെയ്യുക, പിന്നെ യൂസേഴ്സ് എങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെ പ്രിവിലേജസ് കൊടുക്കുക, പിന്നെ കുറച്ച് പ്രിവിലേജസിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിൽ ഇനിയും കുറേ പ്രിവിലേജസ് ഉണ്ട് MySQL, അത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം. പിന്നെ ഡിഫറെൻറ്റ് പ്രിവിലേജ് ലെവൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മെയിനായിട്ട് ഇത് തന്നെയാണ് ഗ്ലോബൽ ഡാറ്റാബേസ് ടേബിൾ കോളം,
പിന്നെ ഗ്രാൻഡ് ഓപ്ഷൻ എന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ അവരെ യൂസറിൻ്റെ കയ്യിലുള്ള പ്രിവിലേജസ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഷോ ഗ്രാൻഡ്സ് അടിക്കുക. നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് PDF നോട്ട്സ് ആക്കി തരുന്ന സമയത്തും ഇതേപോലെ തന്നെ അവസാന സമ്മറിയിൽ ലിങ്ക്സ് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻ വീണ്ടും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഐ ഗസ് ഇത്രേ പറയാനില്ല എനിക്ക് ഈ ഒരു സെമിനാറിൽ. ആൻഡ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതലായി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡാറ്റാബേസ് അഡ്മിനൊക്കെ ആവാൻ സ്കോപ്പ് ഉണ്ട്. ഈ ഒരു ടോപ്പിക്ക് ഇനിയും കുറച്ചും കൂടി നിങ്ങൾ റിസർച്ച് ചെയ്താൽ അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ യൂസേഴ്സിനൊക്കെ മാനേജ് ചെയ്യുക അതൊക്കെ പറഞ്ഞാൽ അതൊരു സ്കിൽ തന്നെയാണ്. പിന്നെ ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ടൈം സ്റ്റാമ്പ്സും കൂടി ഇടാം. അതായത് ഓരോ സെക്ഷൻ്റെ ഇന്ന് ഇത്ര ടൈമിലാണ് സ്റ്റാർട്ടാകുന്നത് വെച്ചാൽ അതും കൂടി ഞാൻ വീഡിയോൻ്റെ അടിയിൽ ഇടാം. പിന്നെ നോട്ട്സും ഞാൻ നിങ്ങൾക്ക് PDF ആയി ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. സോ യെസ്, താങ്ക് യു.